ശരിക്കും ഞാൻ ഇതിനു വേണ്ടി ജനിച്ച ഒരാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് എനിക്ക്. ഞാൻ ലൈക്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കി, ലേണിംഗ് ഇന്നോവേറ്റീവ് കീ എംപ്ലോയബിലിറ്റി സ്കിൽ. പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇറങ്ങരുത്. ഫെയിലിയർ ആണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. യു നീഡ് ടു ബി വെരി ലോജിക്കൽ, വെരി പ്രാക്ടിക്കൽ. പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു, ഒരിക്കലും നീ ഓൺടർപ്രണർഷിപ്പിൽ വരരുത്, നിന്നെ ഇത് കൊന്നുകൊണ്ടിരിക്കും. ടു പെർഫെക്ഷനിസ്റ്റ് പീപ്പിൾ. ഈ പറഞ്ഞ പോലെ വേണ്ട അണ്ടർലൈൻ ചെയ്ത് 2 വരയും കൂടെ ഇട്ടിട്ടുള്ളൂ, എന്നാലേ ആ കംപ്ലീഷൻ വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങി. കേരളം ഒരു വെണ്ടർ മാർക്കറ്റായിട്ട് തള്ളിക്കളയുമ്പോൾ അത്രയും അഡ്വേഴ്സിറ്റിയിലും അട്രോസിറ്റിയിലും വളർന്ന ഓൺടർപ്രണേഴ്സാണ് ഞാനടക്കം. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന കേരളത്തിൽ നിന്നുള്ള നല്ല പ്രോഡക്ട്സും സർവീസും ആൾക്കാർ ഫൗണ്ടേഴ്സിനെ കളക്റ്റീവായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് ബ്രാൻഡ്സ്, ഞാൻ എൻ്റെ അവഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും ഇവിടെ. നമസ്കാരം. ഇലോൺ മസ്കിനെയും സ്റ്റീവ് ജോബ്സിനെയും രത്തൻ ടാറ്റയെയും ഒക്കെ കണ്ട് ആവേശോജ്വലരായി സംരംഭം തുടങ്ങാൻ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമുക്കറിയാം. അപ്പോൾ പലരുടെയും വിചാരം ഇവരൊക്കെ ഒരു പൂ വിരിച്ച വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്ന് സംരംഭകരായി ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു പദവിയിലെത്തിയതാണെന്നാണ്. പക്ഷേ കല്ലും മുള്ളും നിറഞ്ഞതാണ് സംരംഭകത്വത്തിലേക്കുള്ള വഴി. അവിടെ നമുക്ക് കൈ പിടിച്ച് നമ്മളെ കൊണ്ടുപോകാൻ, ഒരു ചെരുപ്പിട്ട് നടക്കാൻ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ? ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ്, ഒരു തന്ത്രശാലി നമ്മളോടൊപ്പം ഉള്ളത് നല്ലതല്ലേ? അങ്ങനെ ഒരാളാണ് ഇന്ന് വാല്യൂ പ്ലസിന്റെ അതിഥി, ഒറിയയുടെ ഫൗണ്ടറും ഫ്ലെക്സി ക്ലൗഡിന്റെ കോ ഫൗണ്ടറുമായ അനൂജ ബഷീർ. വെൽക്കം ടു വാല്യൂ പ്ലസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു ഏജിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. ടൈം സ്ക്വയറിൽ ഫീച്ചർ ചെയ്യപ്പെടുന്ന ഒരേ ഒരു മലയാളി ഓൺട്രപ്രണർ, അതുപോലെ തന്നെ ഫോബ്സ് 200 പട്ടികയിൽ വരുന്ന ദക്ഷിണേന്ത്യയിലെ ഓൺട്രപ്രണർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെഡെക്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നേടുന്നതിലുപരിയായിട്ട് എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം, നമ്മൾ സാധാരണ ഓരോരുത്തർ ഇങ്ങനെ ഒരു സംരംഭകനാകാനല്ലേ, സംരംഭകയാകാൻ ഒരുപാട് സ്വപ്നം കണ്ട് അതിനുവേണ്ടി കൊതിച്ച് പ്രയത്നിച്ചൊക്കെ വരുന്നതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇല്ലേ, മഴത്തുള്ളികൾ അറിയാതെ ഇങ്ങനെ കൊടക്കീഴി വന്ന് നിന്നു എന്ന് പറഞ്ഞ പോലെ, ഒരു ബസ് സ്റ്റോപ്പ്, നല്ല ബസ് സ്റ്റോപ്പ് കാണുന്നു, അവിടെ ഒരു നല്ല ബസ് കിട്ടുന്നു, നല്ല ഒരിടത്ത് എത്തുന്നു എന്ന് പറഞ്ഞതുപോലെ വളരെ ആക്സിഡന്റലായിട്ട് ഓൺട്രപ്രണർ ആയ ഒരു വ്യക്തിയാണ് കഥ. ആദ്യം തന്നെ ആ ക്വസ്റ്റിന് ഞാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു താങ്ക് യു ക്രിസ്റ്റീനോട് പറയണം. കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് പോഡ്കാസ്റ്റിന് ഇരുന്നിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പാനൽ ഡിസ്കഷൻ. ആരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടില്ല. ബിക്കോസ് എല്ലാവരും ചോദിക്കുന്ന ഫസ്റ്റ് ലൈൻ എൻ്റെ അച്ചീവ്മെൻറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു, ഫെയിലിയറിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഞാനൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ എന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്നതല്ലാതെ ആരും എന്നോട് സ്പെസിഫിക്കലി ഈ ഒരു ചോദ്യം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ബാക്കി എല്ലാവരും ആഗ്രഹിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇത് എന്താണെന്ന് പോലും അറിയാതെ ഈ പറഞ്ഞ പോലെ ഈ ഒഴുക്കിൻ്റെ ഇതിൽ വന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ശരിക്കും ഞാൻ ഇതിനു വേണ്ടി ജനിച്ച ഒരാളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ് എനിക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് ദുബായിലേക്ക് പോയി. അതിന് മുമ്പേ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ എസ്റ്റിമേഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാനവിടെ കണ്ടിന്യൂ ചെയ്ത് ഒരു 10 years ആയപ്പോൾ 2 കുട്ടികളുമായി. ആ സമയത്ത് എനിക്ക് കോർപ്പറേറ്റിൽ ഒരുപാട് തിരക്കുകളും അതൊക്കെ കാരണം കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് നാട്ടിൽ വന്നാലോ എന്നൊരു തോന്നൽ വന്നപ്പോൾ എനിക്ക് MTech കൂടെ പഠിക്കണം എന്നൊരാഗ്രഹം എവിടുന്നോ കയറി. അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ടോക്കച്ച് എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കാൻ കയറിയപ്പോൾ പെട്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഈ സ്റ്റുഡൻസിന് ഞങ്ങളുടെ കാലഘട്ടം കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയോ കുറേ സ്കിൽസ് ലാക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും സംതിങ് ഇസ് ലാക്കിങ്, എവിടെ എന്തോ ഒരു കുറവ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കമ്മിറ്റിയിലുള്ള ഒരു ഹെഡും കൂടിയായിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി, ബേസിക്കലി ഇവർക്കൊരു ഇൻ്റർവ്യൂ സ്കിൽസ് മാത്രമല്ല, ഇവർക്ക് തിയറി ശരിക്കും പറഞ്ഞാൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രാക്ടിക്കലും തിയറിയും തമ്മിലുള്ള ബ്രിഡ്ജിങ് ഇവർക്ക് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ സൈക്കോളജി ഇവരെ അനലൈസ് ചെയ്യുന്നില്ല. എന്താണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ ഉത്തരം പറയേണ്ടത്, അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആവും, വളരെ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആവും. അത് ഈ ഒരു ജനറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആവും, അതുപോലെ തന്നെ ഭയങ്കര ഡൗൺ ആവും. അങ്ങനെയൊക്കെ ഒന്ന് 2013 ഞാൻ വിചാരിച്ചു എന്തോ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എന്തെങ്കിലും ഒരു കരിക്കുലം അവർക്ക് വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ പഞ്ചതത്വം എന്ന് പറഞ്ഞാൽ, അതായത് 5 elements ഓഫ് എ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ 5 elements ഓഫ് എ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ടാക്കി, ലേണിംഗ് ഇന്നോവേറ്റീവ് കീ എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ക്രിസ്റ്റീന, എൻ്റെ വിചാരം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷനിൽ തരംഗം ഉണ്ടാക്കാൻ പോകും, റെവല്യൂഷൻ ഉടച്ച് വാർക്കും. പിന്നെ എനിക്ക് ഉറപ്പാണ് ഇത് സക്സസ്ഫുൾ ആവും. ബിക്കോസ് ഞാൻ വന്ന ഇക്കോസിസ്റ്റം, അല്ലെങ്കിൽ ഞാൻ വന്ന സിറ്റി, അല്ലെങ്കിൽ ഞാൻ വന്ന ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ദുബായ് കൾച്ചറിൽ ഇങ്ങനത്തെ ഇന്നോവേഷനൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ
ആൾക്കാർക്ക് മനസ്സിലാവും എന്താന്ന്. പക്ഷെ അവിടെ കുറച്ചും കൂടെ അവർ കുറച്ചും കൂടെ ഫോർവേഡ് ആവും, കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയതുകൊണ്ടും ഇവിടെയായിരുന്നു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് കണ്ടിട്ട് അന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഓൺട്രപ്രണർ ആണോ എന്ന്. എൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്. ആ കോൺസെപ്റ്റിനെ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ അതിലേക്ക് ഏറ്റവും കൂടുതൽ പൈസയെക്കാളും കൂടുതൽ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ സ്റ്റുഡൻസായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഇത് തുടങ്ങിയിട്ട് 6 മാസം പോലും തികഞ്ഞില്ല. ഞാനൊരു വലിയ ഓഫീസൊക്കെ എടുത്തു, കാക്കനാട് ഒരു 8-10 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്തു. എൻ്റെ കൂടെ വേറൊരു ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരി എൻ്റെ കോ ഫൗണ്ടർ ആയിരുന്നു. എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും കൈയൊഴിഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തേക്കുള്ള സംഭവങ്ങൾ വലിയ ക്ലച്ചൊന്നും പിടിക്കാത്തൊരു സ്ഥലമാണിതെന്ന്. ബിക്കോസ് അന്നാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്, കേരളത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് പവറൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ ഒരുപാട് വലിയ സാധനങ്ങൾ കൊണ്ട് ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരുന്നത് പൊട്ട് അതിന് ബ്രീത്തിങ് സ്പേസ് പോലും കിട്ടത്തില്ല. കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയട്ടെ. PhD ലെവൽ ഓഫ് സാധനം എടുത്തുകൊണ്ട് LKG കുട്ടികളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സ്ഥലത്ത് നമ്മൾ എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇത് എഡ്യൂക്കേറ്റീവ് ആവടത്തോളം കാലം ഇത് വർക്കൗട്ട് ചെയ്യില്ല. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയത് ഞാൻ അന്ന് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞ ഒരു എട്ടക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് എട്ടക്ക് വന്നതെന്ന് പറയും. അപ്പം പിന്നെ അത് മാത്രമല്ല, എൻ്റെ കോൺസെപ്റ്റ് പവർഫുൾ ആയിരുന്നു. ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ കണ്ടുപിടിച്ചില്ല. ബിക്കോസ് എനിക്ക് ഇംപ്ലിമെൻറ്റേഷൻ അറിയില്ല. നമുക്കറിയത്തില്ലല്ലോ നമ്മളൊരു ഓൺട്രപ്രണർ ആണെന്നോ. അതൊരു ഐഡിയ മാത്രമേ. അന്നാണ് എനിക്ക് മനസ്സിലായത് ഐഡിയ കൊണ്ട് മാത്രം ഒന്നും ഓടൂല. അങ്ങനെയാണ് ഫസ്റ്റ് ഫെയിലിയർ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. Unless you have an execution plan, unless you have a perfect strategy which can be implemented, no startup or no idea can be successful. അന്ന് ഞാൻ പക്ഷെ അതിന് എൻ്റെ 10-15 ലക്ഷം രൂപ പോയി കിട്ടി അത് പഠിക്കാൻ വേണ്ടി. പക്ഷെ അതൊരു ലേണിംഗ് കർവ് ആയിരുന്നു, ഫസ്റ്റ് ലേണിംഗ് കർവ്. ആൻഡ് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഐഡിയയ്ക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഐഡിയയോടൊപ്പം തന്നെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് പഠിച്ച് ഇതിവിടെ വർക്കൗട്ട് ആകുമോ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതെ, എങ്കിൽ മാത്രമേ അത് വർക്കൗട്ട് ആകൂ എന്നുള്ള പാഠം പഠിച്ചു. പക്ഷെ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്മാർക്ക് ഈ 16 ലക്ഷം രൂപയൊക്കെ പോയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അവരതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഈ 16 ലക്ഷം ഞാൻ കേട്ടത് അത് ഇരട്ടിപ്പിച്ച് 75 ലക്ഷം, 1.5 കോടി 75 ലക്ഷം കുറയ്ക്കുന്നത്. അതെ, ഞാൻ ആ കാര്യത്തിൽ വളരെ മിടുക്കിയ. ഞാൻ പറഞ്ഞ കാശ് കൊടുത്താ ഞാൻ ഇക്കോസിസ്റ്റം സ്കിൽസ് പഠിച്ചത്. നഷ്ടമുണ്ടാക്കി ഞാൻ തിരിച്ചാ പറയുന്നത്. എല്ലാവരും എന്നോട് ഞാൻ ഫെയിലിയേഴ്സിൽ നിന്ന് ആണ് സക്സസ് വരുന്നത്, ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ കാശ് മുടക്കിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. എനിക്ക് ചുറ്റും ഡീമോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം, ഞാൻ ഒരു സമയത്ത് വിചാരിച്ച് ഞാനാണോ എൻ്റെ വീട്ടിലെ ബ്ലാക്ക് ഷീപ്പ്. ബിക്കോസ് ഞാൻ പഠിക്കാനൊക്കെ മിടിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഫാദർ അടക്കം ചോദിച്ചിട്ടുണ്ട്, ഇത്രയും നല്ല പഠിക്കുന്ന ഒരു മകളായിരുന്നു എൻ്റെ, എന്ത് നീ കാണിക്കുന്നത്. അപ്പം ചുറ്റുമുള്ള എൻ്റെ റിലേറ്റീവ്സൊക്കെ പറയായിരുന്നു ഇത് എന്ത് പ്രാന്താണ്. അവരെന്നോട് പറഞ്ഞത് പ്രാന്താണെന്ന്. ഇന്ന് അതായത് 2013 അവരിത് പറയുന്നത്. ഇന്ന് ഞാൻ പല പാനൽസിലും ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ എക്കോസിസ്റ്റം എനേബിളേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ബാലഗോപാൽ സർ, KCDC, ഞാൻ പുള്ളിയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഈസ് എ ഇന്നോവേറ്റീവ് ആൻഡ് എ വണ്ടർഫുൾ ഹ്യൂമൻ ഓൺട്രപ്രണർ ആൻഡ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പാനൽ പറയുമായിരുന്നു, ഈ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ്. പുള്ളി അത് ലിറ്ററലി പറയാണ്, ഓൺട്രപ്രണേഴ്സ് പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ്. ഞാൻ പെട്ടെന്ന് സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് നിമിഷം പോലും എടുത്തില്ല, നേരെ വർഷങ്ങൾക്ക് പുറകെ പോകാൻ വേണ്ടിയിട്ട് ഇവരെന്നോട് പറഞ്ഞതാണ് എനിക്ക് ഭ്രാന്താണ്. ഇന്ന് ഇതേ ഭ്രാന്ത് ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് ഇന്ന് സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് ആയി. അന്ന് സൊസൈറ്റി എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഒരു പേട്രിയാക്കിയാണ്, കൺസർവേറ്റീവ് സിസ്റ്റമാണ്. ഞാൻ അടക്കം ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിൽ നിന്ന് വന്ന ആളായത് കാരണം ഞങ്ങൾ അത്യാവശ്യം മോഡേൺ ഒക്കെ തന്നെ. പക്ഷേ എന്നാലും സൊസൈറ്റി മാറുന്നില്ലല്ലോ. നമ്മളുടെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണെങ്കിലും ഇത് മനസ്സിലാക്കുന്ന ഒരു സൊസൈറ്റിയും കൂടി വേണമല്ലോ. ഇപ്പം 2013 നമ്മൾ ഇന്ന് വുമൻ ഓൺട്രപ്രണർഷിപ്പിലൂടെ ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. ഞാൻ വരുന്ന സമയത്ത് ഓൺട്രപ്രണേഴ്സ് ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, വുമനായി നിൽക്കുന്ന എൻ്റെ അവസ്ഥ എന്തായിരിക്കും. അതുകൂടാതെ ചുറ്റും ഡിമോട്ടിവേഷനാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലെ മാർക്ക് വാങ്ങുമ്പോഴേക്കൊക്കെ ഇന്ന ബോയ്ക്കാണ്, ഗേളിന് ഇന്ന സെപ്പറേറ്റ് സെക്ഷൻ ഒന്നും ഇല്ലല്ലോ. സെയിം തിങ് ആണ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പം 0.001% ആ ഒരു സ്ത്രീയാണ് ഞാനെന്ന് എൻ്റെ ഇക്കോസിസ്റ്റത്തിൽ എൻ്റെ ഫെലോ ഓൺട്രപ്രണേഴ്സ് എന്നെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഞാൻ കഷ്ടപ്പെട്ട് 3 പ്രാവശ്യം തോറ്റത് കൊണ്ടും ഇവിടെ വരെ ഞാൻ എത്തിയത് കൊണ്ടും ഈ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നത് ഞാൻ നിന്നിട്ടല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പിന്നെ ആ ആഗ്രഹം എത്തുന്നവരെ. മിക്കപ്പോഴും സ്റ്റാർട്ടപ്പ്സ് ഫെയിൽ ചെയ്യുന്ന വേറൊരു കാര്യം 99.9% വരെ നിൽക്കും.
.0001 ക്ഷമയില്ല. ബട്ട് ഇതൊരു ഭയങ്കര പെർസെവറൻസ് ഗെയിമാണ്. അന്ന് അറിയത്ത് പോലുമില്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കുമ്പോൾ എന്തൊക്കെ ഇതിന് എന്തോരും ടാക്സും അതും അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ശരി അങ്ങ് ചെയ്യുവാണ് പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ഒന്നും കുറയ്ക്കില്ലല്ലോ. ഞങ്ങൾ എപ്പോഴും പറയും ഈ GCC എന്ന് വന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന NRIസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ബെഞ്ച് മാർക്ക് കാണുമ്പോൾ ഞങ്ങൾ അതൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, പൈസയൊക്കെ അങ്ങനെ ഇരിക്കും, അത് നമ്മൾ എന്തായാലും അത് സ്പെൻഡ്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങളെപ്പോഴും പറയും അത് ഞങ്ങളുടെ റോയൽറ്റിയാണ്. പക്ഷെ ആ റോയൽറ്റിക്ക് നമുക്ക് അത് നമ്മളെ എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ തകർക്കും എന്നുള്ളത് ലേറ്റർ ഓൺ പോയിന്റിലാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടെ ഇരുന്ന ഒരു അസോസിയേറ്റ് പുള്ളിക്കാരൻ വെണ്ടർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. വെണ്ടർക്ക് പൈസ കൊടുക്കാതെ പോയി, ഒരു സുപ്രഭാതത്തിൽ മുങ്ങി ഇല്ല. അപ്പോൾ അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റിന് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളില്ലേ, അയാളും വന്നു. അയാൾ ഏതോ ഒരു രാജ്യത്ത് കിടക്കുമായിരുന്നു. അയാൾ ഈ അഡ്രസ്സ് നോക്കിയപ്പോൾ ഇതാണ് അഡ്രസ്സ് ഇത്. അപ്പം അവിടെ എന്നോട് പറഞ്ഞു ഈ കാശ് തരണം, നിങ്ങളുടെ കൂടെയുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. അതിലാദ്യത്തെ ഭീഷണി എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മാമിൻ്റെ, എൻ്റെ ഫാദറുടെ അടുത്ത് പോകും. എൻ്റെ ഫാദർ ആക്ച്വലി എക്സ് കോർപ്പറേഷൻ കമ്മീഷണറാണ്. പിന്നെ അത് മാത്രമല്ല പപ്പ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തത് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് തീർന്നിട്ടില്ല. അപ്പം എനിക്ക് വീട്ടിൽ പപ്പയോട് പറയുന്ന പറയുമ്പോഴത്തേക്കും എൻ്റെ നമ്മൾ പറയത്തില്ലേ കിളി പോയി. അപ്പം ശരിക്കും ആ കിളി പോയി എന്നുള്ള വേർഡിൻ്റെ ശരിക്കുള്ള ഡെഫിനേഷൻ അന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പാനിക് അടിച്ച് ഞാൻ പറഞ്ഞേ എവിടെയും പോകണ്ട ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്ന സാലറിയും ബാക്കപ്പും ഒക്കെ എടുത്ത് പുള്ളിക്ക് കൊടുത്തപ്പോഴത്തേക്കിനും മറ്റേ വെണ്ടർക്കും കൊടുക്കേണ്ടി വന്നു. ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്കിനും ഞാൻ കംപ്ലീറ്റ്ലി ബാങ്ക്രപ്റ്റായി. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചാൽ അത് കുഴപ്പമില്ല, പുതിയ പ്രൊജക്ട്സ് ഒക്കെ എടുത്ത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പേമാരി വരുന്നത്. ഇവിടെ ഒരാൾക്ക് കൊടുക്കാമെന്ന് കണ്ടപ്പോൾ ഈ കടം കൊടുത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി കിട്ടുമെന്ന്. അപ്പോൾ പിന്നെ അത് ലൈനായി. ആ ലൈൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ഹാവ് ഓപ്പൺഡ് എ പണ്ടോറാസ് ബോക്സ്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കേട്ടോ. ഈ ഫസ്റ്റത്തേൽ അധികം ഓടിയില്ലല്ലോ, അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടമേ വന്നുള്ളൂ, കഷ്ടപ്പാടുകൾ അധികം വന്നില്ല. രണ്ടാമത്തേലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് നിന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് പേടി വന്നു തുടങ്ങി. പേടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി വെരി ഹോണസ്റ്റ് ഐ ഹാവ് നെവർ സീൻ ഫിനാൻഷ്യൽ ക്രൈസിസ് കണ്ടിട്ടില്ല. ഈ നേരത്തെ ഉണ്ടാകുന്നത് അത് ഞാൻ എങ്ങനെയൊക്കെ ഇത് ചെയ്താലും, പക്ഷെ നമ്മളോട് എപ്പോഴും സംസാരിക്കുമ്പോൾ ആൾക്കാർ ഡിഗ്നിറ്റി കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒന്നാമത്തെ ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിലാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആൾക്കാർ നമ്മളോട് സംസാരിക്കില്ല. ഇത് ആൾക്കാർ വന്ന് പറയുന്നത് ഒരു പണി കാശൊന്നും തന്നില്ലേ വീട്ടിൽ വന്നങ്ങോട്ട് ഇരിക്കും, അങ്ങനെയൊക്കെ ആ ടൈപ്പ് ഓഫ് ലാംഗ്വേജാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ആരോട് പോയി പറയും, എങ്ങനെ പോയി പറയും? ബിക്കോസ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും ഇത് ഉണ്ടാക്കി എന്തുകൊണ്ട് ചെയ്തു, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചെയ്തു. പുറത്തുനിന്ന് ആൾക്കാരോട് പറയുമ്പോഴത്തേക്കിനും പിന്നെ ഒന്നാമത്തെ കാര്യം അന്ന് വിമൻ അധികം ഇല്ല, ഇതിൽ കൂടുതലും പിയേഴ്സ് ആണുങ്ങളാണ്. ഇവരോട് പറയുമ്പോഴത്തേക്കിനും അവരുടെ ഓരോ റിയാക്ഷൻസ് അതിപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ ചില ആൾക്കാർക്കൊക്കെ ഫ്രണ്ട്സായ ആൾക്കാർ മിണ്ടാതെ, ബിക്കോസ് ഈ പറഞ്ഞ പോലെ കടം അങ്ങനെ ചോദിച്ചാലോ. അന്നേരം ഈ പറഞ്ഞ പോലെ എനിക്ക് കാര്യം മനസ്സിലായി, ഇവർക്ക് കാശ് കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പം കൊളാട്രൽ വെക്കണമെന്ന് പറഞ്ഞു. കൊളാട്രൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാവരും അറിയും. അപ്പോൾ കൊളാട്രൽ ഇല്ലാതെ പൈസ എങ്ങനെ കിട്ടും? അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു മാർവാടികൾ ഇങ്ങനത്തെ ഇതുണ്ട്, അവർ മനസ്സിലായി എങ്ങോട്ടോ പോകുന്നത്, മാർവാടികൾ പൈസ തരും, പക്ഷെ അതിന് കൊളാട്രൽ ഒന്നും വേണ്ടില്ല, പക്ഷേ എന്താ 1000 ഒറ്റി അങ്ങനെ എന്തോ ഒരു ടേം ഉണ്ട്, അതായത് ഈ പലിശയ്ക്ക് പറയുന്നതാണ് അവർ. എനിക്ക് സംഭവം അത് എന്താന്ന് പോലും ഒന്നും മനസ്സിലായില്ല. പക്ഷെ അന്നേരത്തെ എൻ്റെ പ്രശ്നം അറിയോ, ഈ ആൾക്കാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ബിക്കോസ് ഐ എം ഓൾവേസ് എ ഡിഗ്നിഫൈഡ് വുമൻ. എനിക്ക് കാശൊക്കെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ കൊടുത്തു തീർത്തത്. ഈ രണ്ടാമത് വന്നപ്പോഴത്തേനും എൻ്റെ പൊന്നു ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എൻ്റെ പേര് പോകും, ഞാൻ എന്ത് ചെയ്യും? അന്നേരം ക്രിസ്റ്റീന ഞാൻ എൻ്റെ ഓഫീസ് വിറ്റു. ഓഫീസിൽ ഇവിടെ രണ്ടിലും ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തൊരു കാര്യം എന്ന് പറയാം, ഞാൻ ഇതിട്ട ഈ ഇൻറ്റീരിയറും ഇതൊക്കെ ചെയ്ത ഒരു ലാൻഡ് ലോഡ് ഉണ്ടല്ലോ, എൻ്റെ ലാൻഡ് ലോഡ്സ് എല്ലാവരും നല്ലതായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നടത്തുന്ന ഒരു അൻസാരിക്ക എന്ന് പറഞ്ഞ പുള്ളിയുടെ അവിടെയാണ് ഞങ്ങൾ ഓഫീസ് സ്ഥലം. എൻ്റെ ലാൻഡ് ലോഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിരുന്നു. അവരെന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആദ്യത്തെ ലാൻഡ് ലോഡ് എനിക്ക് 3 മാസം കൊണ്ട് പൂട്ടിയപ്പോൾ എനിക്ക് എന്നുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞത്, മോളെ എനിക്ക് എന്തായാലും നല്ലത് വരും, ഇത് പൂട്ടിന്ന് ഓർത്ത് വശം നിൻ്റെ ഇൻറ്റൻഷൻ നല്ലതായിരുന്നു, എന്തെങ്കിലുമൊക്കെ വരും. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വന്നു. ആക്ച്വലി ഞാൻ സങ്കടം
കരഞ്ഞില്ലെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. രണ്ടാമത്തേൽ എൻ്റെ ക്രിസ്റ്റീന ഞാൻ അവിടെ ഇരുന്നിട്ടല്ലോ ഞാൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് സഹിക്കാൻ വയ്യ. ബിക്കോസ് ഞാൻ എന്തോ ഒരു പൈസ കൊടുത്ത് ഇൻറ്റീരിയർ ചെയ്താൽ ഞാൻ ഓരോ പെയിൻറ്റ് ഓരോ ടെക്സ്ചർ വരെ ഞാൻ നോക്കിയതാണ്. ആ ഓഫീസ് എൻ്റെ അല്ല. ആ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് അത്രയും ആൾക്കാർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സാലറി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ തന്നെ പറയും, പലരെയും ഞാൻ പലയിടത്തും ആക്കി കൊടുത്തു. അന്ന് അവരെല്ലാവരും എന്നോട് ഭയങ്കര ആൾക്കാരോട് വർക്ക് ചെയ്യണത്. അപ്പം അന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരാൾ കാണിച്ച മണ്ടത്തരം കൊണ്ടാണ് എത്ര പേരാണ് എഫക്റ്റഡ് ആവുന്നത്. അപ്പം ഈ ഫൗണ്ടർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും തോക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ തോറ്റാൽ പല കുടുംബങ്ങളും പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂ ആണ് ആക്ച്വലി. അപ്പോൾ മണ്ടത്തരം കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഇമോഷണലായിട്ട് കാര്യമില്ല. ഈ ഓൺടർപ്രണേഴ്സിൻ്റെ ആദ്യത്തെ ക്വാളിറ്റി ഒരു പാഷൻ പ്രോണേഴ്സാണ്. പാഷൻ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് ലോജിക്കും കൂടെ വേണം ഇതിൽ. രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ഫെയിലിയറാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് യു നീഡ് ടു ബി വെരി ലോജിക്കൽ, വെരി പ്രാക്ടിക്കൽ. ബിക്കോസ് അത് അന്ന് അവിടെ വരെ അന്ന് എനിക്ക് ലീഗൽ ഇതറിയത്തില്ല. അന്ന് ഈ പറയുന്ന ആകെ ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഐ എം എ ഗുഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്. ഒരു കോൺസെപ്റ്റ് എനിക്ക് തന്നാൽ നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇതെങ്ങനെ ഇതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഔട്ട്കം എങ്ങനെ ഉണ്ടാക്കും അത് മാത്രം എനിക്കറിയാം. അപ്പോൾ അന്നും ആൾക്കാർ എന്നോട് പറഞ്ഞു യു ക്യാൻ നെവർ ബിക്കം എൻ ഓൺട്രപ്രണർ, യു ആർ എ ഗുഡ് മാർക്കറ്റിംഗ് പേഴ്സൺ. അന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അതെനിക്ക് ഭയങ്കര ഹിറ്റായിട്ട് തോന്നി. പക്ഷേ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു അവർ പറഞ്ഞ കറക്റ്റായിരുന്നു. ഞാൻ നല്ലൊരു ഓൺട്രപ്രണർ അല്ലായിരുന്നു, ഞാൻ നല്ലൊരു മാർക്കറ്ററായിരുന്നു. പക്ഷേ ഞാൻ നല്ലൊരു ഓൺട്രപ്രണറിൻ്റെ ട്രേറ്റ് എനിക്കുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് അപ്പോൾ തന്നെയാണ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ബിക്കോസ് ആ ഓൺട്രപ്രണർ ബഗ് എന്നെ കടിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് തോക്കാൻ പറ്റും. കാര്യം തോറ്റാണല്ലോ. അന്നും എനിക്ക് ഇട്ടിട്ട് പോവാം. ബിക്കോസ് അന്ന് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കോർപ്പറേറ്റിൽ തിരിച്ച് എൻട്രി കിട്ടും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ കംഫർട്ട് സോണിലേക്ക് ഞാൻ കയറും. പക്ഷെ അന്നും എനിക്ക് മനസ്സിലായിരുന്നല്ലോ ആ വാക്കില്ലേ എനിക്ക് ഒരിക്കലും ഒരു ഓൺട്രപ്രണർ ആവാൻ പറ്റില്ല. അതെൻ്റെ സെൽഫ് എസ്റ്റീമിനെ ബേസിക്കലി തകർത്തു. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആ കരച്ചിൽ എൻ്റെ ഉള്ളിൻ്റെ നമ്മൾ പറയത്തില്ല ചില സങ്കടങ്ങൾ നമ്മളെ അങ്ങ് ഇവോൾവ് ചെയ്യിപ്പിക്കും, നമ്മളെ കത്തിപ്പിക്കുമ്പോൾ അവിടെ നിന്നൊരു ഫീനിങ്സ് ഉയരുവാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്. ഞാൻ ആ കരച്ചിൽ ഇപ്പോൾ അന്ന് ആ ലാൻഡ് ലോഡ് എന്നോട് പറഞ്ഞു ദെയർ വിൽ ബി എ ടൈം ദാറ്റ് വിൽ കം ബാക്ക്. വിട്ടുകൊടുക്കരുത്. കാരണം വെച്ചാൽ അതിനുള്ള എനിക്കറിയില്ല, അവർക്ക് തന്നെ അത്രയും നന്നായിട്ട് അറിയില്ല. പക്ഷേ അവർ കണ്ടതാണ് തുടക്കം മുതൽ ആ ബേസിക് ഒരു ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ അത്രയും വലിയൊരു ഓഫീസ് കെട്ടിപ്പടുക്കുന്നത്. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഹ്യൂമൻ എംപത്തി ഇപ്പോഴും ഉണ്ട്. ആൾക്കാർക്ക് പൈസയൊക്കെ ഇതുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നല്ല മനുഷ്യർ നമ്മൾ ആ കോമൺ കോൺവെർസേഷൻസ് വെച്ച് എല്ലാവരും ബേസിക്കലി മനുഷ്യരാണ്. അപ്പോൾ അവരും ഈ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറയാം എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ മനസ്സും കൊണ്ട് ആഗ്രഹിച്ചു കാണും എവിടെയെങ്കിലും ഒന്നും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചു കാണും. അതിപ്പോൾ ഞാനിങ്ങനെ ക്രിസ്റ്റീൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്ക് എവിടുന്നോ ഒരു സ്പാർക്ക് വന്നാണ്. ശരിക്കും ഞാൻ ഈ ഒരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഈ ചോദ്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ആൻസർ ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ആ മാർവാടിയുടെ നിന്ന് പലിശ എടുത്തു. അവിടുന്ന് റോളർ കോസ്റ്റർ തുടങ്ങി. ആ റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് ഇട്ടുന്ന പ്രൊജക്റ്റിൻ്റെ പൈസ ഗൂഗിളിൽ ഇങ്ങനെ പൈസ വരും, പക്ഷെ നമുക്ക് തൊടാൻ പോലും പറ്റില്ല. സത്യം പറഞ്ഞാൽ 100 രൂപ എൻ്റെ കയ്യിൽ ഉള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ സാധനങ്ങൾ വാങ്ങില്ല. പിള്ളേർ ആക്ച്വലി ബോർഡിങ്ങിലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഞാൻ വേറെ ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല ഇത്. ഞാൻ 100 രൂപയുടെ വില 17-18 ആ കാലയളവിൽ അന്നാണ് എനിക്ക് മനസ്സിലായത് 100 രൂപ എന്താണ്. 100 രൂപയിൽ ഒരു ദിവസം ഇങ്ങനെ ഓടിക്കും. അതായത് ഈ 1000 രൂപ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു നോട്ട് എൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. ഞാനാണ് 100 രൂപയ്ക്ക് 10-12 വർഷങ്ങൾക്ക് ശേഷം 100 രൂപയ്ക്ക്. പക്ഷെ അതുകൊണ്ടുണ്ടല്ലോ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം എനിക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം. I understood that then I understood value of things. Maybe while growing up I didn't understand what difficulty is for people to serve. എല്ലാവരും എന്നോട് എപ്പോഴും പറയുന്നത് നമ്മൾ ഈ ഷാർക്ക് ടാങ്കിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാം മിഡിൽ ക്ലാസ് എന്ന് വരുന്നതാണ്, മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട സ്ഥലത്തു നിന്ന് വന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല രീതിയിൽ വളർന്നിട്ട് താഴോട്ട് വരുന്നുണ്ടല്ലോ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ശീലങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപയിൽ വേണം എനിക്ക് അഡ്ജസ്റ്റ് ജീവിക്കാൻ. അറ്റ് ദ സെയിം ടൈം ഐ കനോട്ട് ടെൽ പീപ്പിൾ ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ ദിസ് ക്രൈസിസ്. ഹൗ ക്യാൻ പീപ്പിൾ ടേക്ക് ദാറ്റ് ഐ എം ഗോയിങ് ത്രൂ ദാറ്റ് ക്രൈസിസ്. സോ ആ സ്ട്രെങ്ത് എനിക്ക് വല്ലാത്ത സ്ട്രെങ്ത് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഏർജായിരുന്നു തിരിച്ച് എനിക്ക് എൻ്റെ ക്ലാസ് പിടിച്ചേ പറ്റൂ. ബിക്കോസ് ഐ ഹവ് ലിവ്ഡ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. ഐ കൻ നോട്ട് കം ഡൗൺ ഫോർ ദാറ്റ്. അന്നേരം ഈ പറഞ്ഞ പോലെ ഞാൻ അപ്പോഴും അപ്പോൾ എന്നോട് പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞു ഒരിക്കലും നീ ഓൺട്രപ്രണർഷിപ്പിൽ വരരുത്, നിന്നെ ഇത് കൊന്നുകൊണ്ടിരിക്കും, എന്തിനാണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, പോയി നമുക്കെല്ലാം റെഫർ ചെയ്യാം എല്ലാം എന്ന്. പക്ഷെ അവിടെ വരും എൻ്റെ വളരെ ചുരുക്കം ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. ശരിക്കും ഇന്ന് ഞാൻ ഇങ്ങനെ ആയപ്പോൾ ഈ കഥകൾ കേൾക്കുമ്പോഴാണ് എൻ്റെ പല ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ബാച്ച്മേറ്റ്സും എന്നെ വിളിച്ചിരിക്കുന്നത്, നീ ഇത്രയൊക്കെ പോയോ,
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നും ഇതൊക്കെ ഡെസ്റ്റിൻഡ് ആണ്. ഞാനിത് അനുഭവിക്കണം. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ പോയിന്റില്ലേ, ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ, ഇത് എന്താണെന്ന് പോലും അറിയാതെ, പക്ഷേ ഇന്ന് ഐ ഡ്രിങ്ക്, ഐ ഈറ്റ്, ഐ സ്ലീപ്പ്, ഐ ഡു എവറിത്തിങ് ദാറ്റ് ഇസ് ഓൺട്രപ്രണർഷിപ്പ്, എനിത്തിങ്, എവറിത്തിങ്. ഓൺട്രപ്രണർഷിപ്പ് ഈസ് എ പാർട്ട് ഓഫ് മീ. അത് എൻ്റെ ഒരു ബ്രീത്തിങ് ഇതാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം ഇതൊരു സർവീസ് സിസ്റ്റം ആയിക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പരുവത്തിനപ്പുറം പ്രൊജക്ട്സ് അപ്പോൾ ഞാൻ എടുത്തു തുടങ്ങി. അപ്പോഴത്തേക്കും സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു. പക്ഷേ എനിക്കൊരു കോ ഫൗണ്ടർ വേണം, നല്ലൊരു കോ ഫൗണ്ടർ ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഹൂ ഡസൻ ഹാവ് ദാറ്റ് റേറ്റ് ഓഫ് മീ ബട്ട് ഹൂ ഹാസ് എ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് മീ. അങ്ങനെ ഞാൻ സ്റ്റാർട്ടപ്പിലെ മെൻറ്റേഴ്സ്, ലിങ്ക്ഡിനൊക്കെ ഞാൻ തപ്പി തുടങ്ങി. അന്ന് എനിക്ക് 484 ഫോളോവേഴ്സേ ലിങ്ക്ഡിൻ കണക്ട്സേ ഉള്ളൂ, ഫോളോവേഴ്സ് അല്ല, കണക്ട്സ്. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ വിനോദ് ചാക്കോ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ സ്റ്റാർട്ടപ്പ് മെൻറ്റർ, എന്തൂസിയാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കീവേഡൊക്കെ കണ്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പുള്ളിയെ ഒരു മീറ്റിങ്ങിന് പോയി കണ്ടിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചു, നമുക്കൊന്ന് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, അതെ, എനിക്ക് താങ്കളെ പേ ചെയ്യാനുള്ള എമൗണ്ട് ഇതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, പേ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും തുടങ്ങിയാൽ. പുള്ളി അപ്പോൾ എന്നോട് പറഞ്ഞൊരു വലിയ വേർഡാണ്, അതെ, ഈ ബിസിനസ് നടത്തുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ടേബിളിൽ വെക്കാൻ എന്തെങ്കിലും ഉണ്ടാവണം. താൻ വലിയ ആളൊക്കെയായിരിക്കും, പക്ഷേ ഇപ്പം തന്നെ എന്തുണ്ട്. പുള്ളിയെ പറഞ്ഞാൽ ഞാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു എംപ്ലോയിയും ഉണ്ട്, എനിക്കൊരു ഓഫീസും ഉണ്ട്, ബേസിക്സ് ആണ്. ജീവിക്കാനുള്ള ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വന്നു, എനിക്ക് കടമില്ല, എനിക്ക് ഈ പറഞ്ഞ വലിയ അട്രോസിറ്റി ഇല്ല. അപ്പോൾ അതെൻ്റെ ഈഗോയെ ഭയങ്കരമായിട്ട് കൊണ്ട് ഞാനപ്പോൾ പറഞ്ഞു ശരി. അപ്പം ഞങ്ങൾ ഹിന്ദി പറയും, ഈ ബരാബറിയും ഓക്കാതും സ്റ്റേറ്റസ് ഒരുപോലെയാണ്. ഞാനും അപ്പോൾ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ പുള്ളി എനിക്ക് റെസ്പെക്റ്റ് പുള്ളിയോട് തോന്നിയിട്ടുണ്ടെന്നറിയോ, പുള്ളി വേറെ ഒരു ഏരിയയിലേക്കൊന്നും ടച്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് അവേ ഒരു കാര്യം പറഞ്ഞു. Like that was not he didn't consider me as a woman. Instead, he considered me as an equal and he told me that come as an equal and then we'll do business. അപ്പോൾ ഞാൻ പോയി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 7-8 ലക്ഷം രൂപ അതിൻ്റെ പ്രോഫിറ്റായിട്ട് കൊണ്ടുവന്ന് അതിൽ സ്പെൻഡ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ലാസ്റ്റ് ഒരു 5 lakh rupees-ഓളം വന്നു. അത് ഞാൻ എടുത്തിട്ട് പുള്ളിയോട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇനിയൊരു ബിസിനസ് നീയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ കാക്കനാട് ഞങ്ങളുടെ ഫസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം പ്രോജക്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ആരോ എന്നോട് പറഞ്ഞു, ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത് എല്ലാവരും മാസ്ക് ഒക്കെ ഇടുന്നു. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ മാസ്ക് ഇടുന്നത്? എനിക്കാണെങ്കിൽ ഈ എൻ്റെ മൂക്ക് കവർ ചെയ്യുന്ന ഒരു സാധനവും എനിക്ക് ഈ ഒബ്സ്റ്റക്കിൾസ് പണ്ടേ ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് കണ്ണുകൂട്ട, എനിക്ക് സ്പായിൽ പോലെ ഞാൻ കണ്ണുകൂട്ടത്തില്ല. എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് എപ്പോഴും ഐ എം ഓൾവേസ് അലേർട്ട്. അത് മേ ബി എൻ്റെ ലൈഫിൽ അങ്ങനെ പല ഇൻസ്റ്റൻസിൽ എനിക്ക് ബൈ ഡിഫോൾട്ട് ഐ എം എൻ അലേർട്ട് പേഴ്സൺ. അപ്പം എനിക്ക് മൂക്കൊക്കെ എടുത്ത് കവർ ചെയ്യുന്നത് ഞാൻ മാസ്ക് ഒന്നും എടുത്തില്ല, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ മാസ്ക് ഇടും. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും പറഞ്ഞു ലോക്ക്ഡൗൺ ആണ്, നമുക്കിനി പുറത്തൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ ക്രിസ്റ്റീന ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഐ ഹാവ് നെവർ ഡൺ എനി റോങ് ടു എനിബഡി, ഐ ഹാവ് ഓൾവേസ് ബീൻ ഗുഡ്. സോ ഐ എം ലൈക്ക് വൈ ഈസ് ദിസ് ടെസ്റ്റിംഗ്? ഞാനിനി എന്ത് പ്രൂവ് ചെയ്യണം? എനിക്ക് വയ്യ, മതി എനിക്ക് ഈ പരീക്ഷണം. ഒരു ബിസിനസ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവിടുന്ന് ഈ പറഞ്ഞ പോലെ എല്ലാവരും FBയിൽ കുക്കിംഗ് ഒക്കെ ആരംഭിച്ചു. ഞാനും ഈ പറഞ്ഞ പോലെ FBയിൽ നല്ല രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എടുത്ത് ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, എടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, കളക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം ഫുഡൊന്നും ഉപയോഗിക്കുന്നത്, ലിമിറ്റഡ്. അപ്പം എനിക്ക് മനസ്സിലായി ആ പരിപാടി ചെയ്യേണ്ട, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരും. ഞാൻ ആ സമയത്ത് ഒന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ ആ ഒരു വരി പോയേനെ. പക്ഷെ അത് ആരും അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് സർക്യൂട്ടായിട്ട് ഇരിക്കണം. അപ്പം നെറ്റ്ഫ്ലിക്സ് OTT ആരംഭിച്ചു. നെറ്റ്ഫ്ലിക്സും രാവിലെയും വൈകുന്നേരം കണ്ട് മടുത്ത്. അപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ ആരോ എന്നോട്, ഞാൻ ചുമ്മാ ഈ പറഞ്ഞ പോലെ FBയിൽ തന്നെ ഇപ്പോൾ ആരൊക്കെയോ HubSpot സർട്ടിഫിക്കേഷൻ വാങ്ങും. ആ കഹാനിയുടെ സ്റ്റോറിയുടെ ട്വിസ്റ്റാണ് ഇനി വരാൻ വന്നത്. അന്നേരം ഞാനും ഇതുപോലെ HubSpot എടുത്തു. അപ്പോൾ ഞാൻ HubSpot എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നല്ല രസമുണ്ട്, എനിക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഈ HubSpot എടുത്തപ്പോഴത്തേക്കിനും ഇതെല്ലാം കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമാണ്, എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തല്ലോ. അങ്ങനെ ഞാൻ ഇത് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ IIMൽ ബ്രാൻഡ് മാനേജ്മെൻറ്റ് പോർട്ടൽസൊക്കെ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഞാൻ അങ്ങോട്ട് റിസർച്ച് അങ്ങ് തുടങ്ങി. ആ റിസർച്ചിലാണ് ഈ വാട്ടറിൻ്റെ സംഭവം എനിക്ക് കിട്ടിയിട്ട്. ഞാനിപ്പോൾ ഈ സൈമിൾട്ടേനിയസ്ലി ഇതും എടുത്തു അതും എടുത്തു, ഓൺലൈനല്ലേ. അപ്പോൾ എല്ലാം കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ഇത് വന്നത്. ഞാനപ്പോൾ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ MNCs നാട്ടിലേക്ക് വന്നപ്പോൾ ഈ പെപ്സിയും കോക്കൊക്കെ പോലെ അന്ന് അഡ്വർടൈസ്മെൻറ്റ്, ഹി ഹെ റൈറ്റ് ചോയ്സ് ബേബി. അപ്പോൾ പ്രഹ്ലാദ് കക്കറാണ് എൻ്റെ ഏറ്റവും വലിയ
ഒരു ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ. പുള്ളിയുടെ ഈ സാധനം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിയൊക്കെ എന്തൊരു ക്രിയേറ്റീവ് ഹെഡാണ്. ഐ മീൻ ആ വിഷണറിയാണ്, ലെജൻഡറിയാണ്. ഈ പുള്ളിയെ തന്നെ ഞാൻ IIM കൊഹേർട്ട്, എനിക്ക് ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു കൊഹേർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടപ്പോൾ ലൈവായിട്ട് പുള്ളി എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇതെല്ലാം പറയുക. ഞാനൊരു സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണം, ഐ എം ലൈക്ക് എ ഹ്യൂജ് ഫാൻ ഓഫ് യോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു യാ യു ക്യാൻ ഡു. പുള്ളി അന്ന് നടക്കാൻ പോലും പറ്റില്ല കേട്ടോ, അത്രയും. പക്ഷെ പുള്ളി അന്ന് പറഞ്ഞ കോൺസെപ്റ്റും അന്ന് എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ എന്ത് ഫോർസൈറ്റുള്ള മനുഷ്യരാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അഡ്വർടൈസ്മെൻ്റ് ആണ് ഇതിൻ്റെ ഇതെങ്കിൽ ഇന്ന് ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിക്കൊണ്ട്. സത്യം പറഞ്ഞാൽ ആ ട്രാൻസിഷൻ അപ്ലൈ ആയിട്ടില്ല, ട്രാൻസിഷനിൽ കൂടെ പോകാൻ പോകുന്ന സമയമായിരുന്നത്. ആ സമയത്താണ് ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. പക്ഷേ സാറിനെ ഞാൻ കണ്ടത് ഒരുപാട് നാൾക്ക് ഈ ലോക്ക്ഡൗണൊക്കെ കണ്ടിട്ടാണ് കഴിഞ്ഞ്. പക്ഷെ പുള്ളി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഓൺലൈനിലൂടെ കുറേ ക്ലാസ്സിൽ, പിന്നെ കുറേ നല്ല നല്ല മെൻറ്റോസ് എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ജർമ്മൻ ഐവി ലീഗിലൊരു പുള്ളി എൻ്റെ മെൻറ്ററായിട്ടുണ്ടെന്ന്. പുള്ളിയോട് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് വിചാരിച്ച് ഇങ്ങനെ മിക്കവാറും എന്നോട് പറയും എന്തൊരു ശല്യമാണ്. അപ്പോൾ പക്ഷെ പുള്ളി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പുള്ളി എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി, അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. അങ്ങനെ ചോദിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ബ്രാൻഡിങ് പോലെ ഒരു സാധനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, എവിടെ ചെയ്യും? അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൺലൈൻ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫൈസൽ എന്ന് പറഞ്ഞൊരു ആളിനെ ഇത് മറ്റേ നമ്മുടെ വീഡിയോ കോൾ പോലെ ഇരുന്ന് പുള്ളി പറയും ഇന്ന എക്സസൈസ്. പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് കുറേ ക്ലയൻസ് ഒക്കെ ഉണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ. അപ്പം പുള്ളി ഒരു വേർഡ് യൂസ് ചെയ്തു, എനിക്കൊരു ബ്രാൻഡൊക്കെ ആയാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാനത് ചെയ്തുതരാം. ആ പുള്ളിനോട് പൈസയൊന്നും അധികമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൻ്റെ എത്രയുണ്ട്? പുള്ളിനോട് 25,000 രൂപയുണ്ട്. ഇത് ചിലപ്പോൾ പൈസയിൽ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. പുള്ളിനോട് 25,000 രൂപ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, അത്രയെങ്കിൽ അത്രയും. അപ്പം പുള്ളി സാവിയോ എന്നങ്ങാണ്ടാണ് പുള്ളിയുടെ സർനെയിം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അങ്ങനെ ആ ഒരു ടൈപ്പിലൊരു ലോഗോ വേണമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കൂടെ അന്നൊരു ഡിസൈനർ ഉണ്ടായിരുന്നു, രാഹുൽ. ഞാൻ അവനോട് ചോദിച്ചു നമുക്കിത് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പുള്ളി ക്രിയേറ്റീവ് ആളായിരുന്നു. ഞാൻ അവിടുന്ന് ഞങ്ങൾ രണ്ടും കൂടെ കൂടിയിട്ട് ടോണിക്കോ കഫേയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പടം വരെ തുടങ്ങി. അവിടുന്ന് ഈ പറഞ്ഞ സാധനം ഞങ്ങൾ 25,000 രൂപ എടുത്ത് ഞങ്ങൾ വെബ്സൈറ്റ് 25,000 വെബ്സൈറ്റ് ഇറക്കി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്. അവിടുന്ന് ഞങ്ങൾ തുടങ്ങി. അപ്പോൾ ഓണം വന്നപ്പോഴത്തേക്കിന് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോടൊക്കെ പറഞ്ഞു ഒരു പണി, ഞാൻ 25,000 റുപ്പീസ് നിങ്ങൾക്കൊരു ബേസിക് ബ്രാൻഡിങ് ചെയ്തു തരാം. അങ്ങനെ 10 പേരെടുത്ത് ചെയ്തപ്പോൾ 2 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ ഇവരെല്ലാവരും ചെയ്തു വന്നപ്പോൾ പറഞ്ഞു നല്ല രസമുണ്ട്. എനിക്ക് ക്രിയേറ്റീവ് ബുദ്ധി ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി ശരിക്കും ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സണാണ്. ഓക്കെ ഐ ക്യാൻ ഡു. അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എനിക്ക് ഇൻറ്റീരിയർ ഡിസൈനർ ആവണം, ഞാൻ കോഴ്സൊക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞാൽ എൻ്റെ വീടൊക്കെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ഇവിടെ ഈ സാധനം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഭയങ്കര എനിക്ക് കളർ കോമ്പിനേഷൻ അതെല്ലാം എനിക്ക്. പിന്നെ ഞാൻ ഈ പിൻട്രസ്റ്റൊക്കെ പോയി ഞാൻ അരിച്ചു കലക്കിക്കൊണ്ട് ഞാൻ നന്നായി റിസർച്ച് ചെയ്യുമായിരുന്നു. അവിടെ തുടങ്ങിയ ഒരു 19 എണ്ണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു തൊഴിലായിട്ട് എടുക്കാം. ആ സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ യുവർ സ്റ്റോറിയുടെ ഫീച്ചേഴ്സൊക്കെ ഞാൻ വായിച്ചു തുടങ്ങി. ഞാനിപ്പോൾ ശ്രദ്ധ ശർമ്മ എന്ന വ്യക്തി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരെ ഞാനൊന്ന് പഠിച്ചു നോക്കി. ബിക്കോസ് നമുക്കിവിടെ അങ്ങനെ ഓൺട്രപ്രണേഴ്സ് ഇല്ല. അന്നാണ് ഞാൻ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലാക്കിയത്. അത് ഓൺട്രപ്രണേഴ്സ് ബേസിക്കലി സ്കെയിലബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റും ഇന്നോവേഷൻ കൊണ്ടാണ്. അത് ഇന്നോവേഷൻ കൊണ്ടോ സ്ട്രാറ്റജി കൊണ്ടോ അവർ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് പൈസ റീപ്പ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് എന്നത്. അത് ചെയ്യുന്ന ആൾക്കാരാണ് ഓൺട്രപ്രണേഴ്സ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബിസിനസ് വേണ്ട, എനിക്ക് ഓൺട്രപ്രണറായാൽ മതി. അന്ന് ഈ പറഞ്ഞ പോലെ അപ്പം വിനോദം ബേസിക്കലി ഒരു ടെക്നിക്കൽ ഹെഡായിരുന്നു. ഈസ് വെരി ബ്രെയിനി ഗൈ. പുള്ളിയും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്നെല്ലാം ഇതെല്ലാം മനസ്സിലാക്കി. ഞാൻ നല്ല ഫാസ്റ്റ് ലേണറാണ്, എനിക്ക് ചെറിയൊരു കാര്യം മതി. പക്ഷേ ഞാൻ മാസ്റ്റർ ചെയ്യും ആർട്ട് പഠിക്കുന്നുണ്ട്. അതെനിക്ക് പറഞ്ഞ പോലെ വിർഗോ ഞാൻ യു ആർ എ വിർഗോ സോ യു നോ ഇറ്റ്. സോ വാട്ട് എവർ വി ടു പെർഫെക്ഷനിസ്റ്റ് പീപ്പിൾ. ഈ പറഞ്ഞ പോലെ മറ്റേ അണ്ടർലൈൻ ചെയ്ത് 2 വരയും കൂടെ കൂടി ഇട്ടിട്ടും എന്നാലേ ആ കംപ്ലീഷൻ വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദാറ്റ് വി ഹാവ് ടു ബി മോർ മാർക്കറ്റ് റിസർച്ച് നടത്തണം, എന്നാലേ നമുക്കിതിൻ്റെ കോമ്പറ്റീറ്റീവ് ബ്രാൻഡ്സ് അങ്ങനെ ഞാൻ ഇതിൻ്റെ മാർക്കറ്റിംഗ് കുറച്ചും കൂടെ. അന്നേരം എനിക്ക് കൊഹേർട്സുകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒരു കൊഹേർട്ട് വന്നിരുന്നു NSCRലും IIM ബാംഗ്ലൂരിലും. അവിടെയും എനിക്ക് നല്ല മെൻറ്റേഴ്സിനെ കിട്ടി. ഈ മെൻറ്റേഴ്സൊക്കെ ഒരു പരുവം കഴിഞ്ഞപ്പോൾ ഇന്ന് ദേ ആർ ഓൾ പ്രൗഡ് ഓഫ് മീ കേട്ടോ. അത് വേറൊരു കാര്യം. ഇന്നിപ്പോൾ അവരെന്നെ വിളിക്കാറുണ്ട് സ്പീക്കർ സെഷനൊക്കെ. അപ്പം ഇതെല്ലാം ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് വേറൊരു തരത്തിൽ.
അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ശ്രദ്ധാ ശർമ്മയുടെ കഥയിലേക്ക് നമുക്ക് വീണ്ടും വരാം. പുള്ളിക്കാരിയെ നോക്കുമ്പോഴത്തേക്കിനും ഗൂഗിൾ സെർച്ചിൽ ഇപ്പോൾ ഒരു 3-4-5 പേജിൽ ഇങ്ങനെ ആർട്ടിക്കിൾസൊക്കെ. അപ്പോൾ ഞാൻ ഈ ആർട്ടിക്കിൾസൊക്കെ എങ്ങനെയായിരിക്കും ഇവരൊക്കെ എഴുതി ഇത് ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ കിടന്ന് ഈ കൊച്ചു കേരളത്തിൽ കിടക്കുന്ന നമ്മളെ ലോകം എന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ബാംഗ്ലൂരിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ KSUമിൽ കുറച്ച് ആൾക്കാരോട് കുറിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട് ഉണ്ടായിരുന്നു, നാസിഫ് എന്ന് പറഞ്ഞാൽ. പുള്ളിനോട് പറഞ്ഞാൽ അവരുടെയൊക്കെ എക്കോസിസ്റ്റം കുറേ കൂടെ ത്രൈവിങ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ എപ്പോഴും നമ്മൾ നല്ല റിസർച്ചൊക്കെ നടത്തും. അപ്പോൾ കുറേ പേര് എനിക്ക് കുറേ ഇൻപുട്സ് ഒക്കെ തന്നിട്ടോ. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ശ്രദ്ധാ ശർമ്മ എൻ്റെ ഒരു റോൾ മോഡലാക്കി വെച്ച്. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം ശ്രദ്ധാ ശർമ്മയും ഞാനും ടൈ ചണ്ഡീഗറിലെ സ്പീക്കേഴ്സ് ആയിരുന്നു. ഞാൻ ശ്രദ്ധാ ശർമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ശ്രദ്ധയോട് പറഞ്ഞു ചെയ്തു ദാറ്റ് വൺസ് അപ്പോൺ എ ടൈം ഐ വാസ് സോ obsessed with you. I used to research you like anything. I think you are one of my Drona. No, I am her Ekalavya. Yeah. She never knew I existed. But she was like, oh my God. I mean, she told me that നമുക്ക് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ യുവർ സ്റ്റോറി. അതായത് ഇന്ത്യ ഒട്ടായിട്ടുള്ള Tier 3 Tier 4 സിറ്റീസിലും ഷീ സെഡ് ദാറ്റ് യു ഷുഡ് ബിക്കം എ മെന്റർ ഫോർ മീ. ഇപ്പോഴും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഞാൻ കണ്ട ആ ആൾക്കാരെല്ലാം ആ മൈൽ സ്റ്റോൺ ബെഞ്ച് മാർക്സ് ഒക്കെ പിന്നീട് ഞാൻ കണ്ട് ഇപ്പം ഞാൻ അവരുമായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്യുവാണ്. അതാണ് ഇതിലെ ബ്യൂട്ടി ഓഫ് ദിസ് ഓൺട്രപ്രണർഷിപ്പ്. അതാണ് ഞാൻ ക്രിസ്റ്റീനോട് പറഞ്ഞത്, ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ ഞാൻ ഇന്ന് ശ്വസിക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് ആയെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ അന്ന് കണ്ട എല്ലാ ബെഞ്ച് മാർക്സിനെയും ഇന്ന് ഞാൻ ആ ലെവൽ ആ സ്റ്റേറ്റസിലേക്ക് എത്തി. അപ്പം ഈ നേരത്തെ പറഞ്ഞില്ല കൊച്ചു കേരളത്തിൽ ഞാൻ എങ്ങനെ എത്തും, അവിടെയും ഇപ്പം ഞാൻ എത്തിയ കഥ ഞാൻ പറഞ്ഞത് ഞാൻ അവരെ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഒരു ദിവസം എന്നെ ഒരു വാവോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ആർ എ ബിഗ് ഇൻസ്പിറേഷൻ, ഐ ലവ് യുവർ കണ്ടന്റ് ലൈക്ക് എനിത്തിങ്. ഐ ലൈക്ക് വാട്ട് കണ്ടന്റ്? എനിക്ക് സംഭവം എന്താ മനസ്സിലായില്ല. അപ്പം അപ്പോഴത്തേക്കും ഞാൻ ബ്രാൻഡിങ്ങിൽ അത്യാവശ്യം ബ്രാൻഡുകളൊക്കെ പുറത്തോട്ട് ചെയ്യാൻ തുടങ്ങി ഈ ഒരു നെറ്റ്വർക്ക് കാരണം. അവിടത്തേക്കിന് ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് HSBCയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, അത് ചെയ്യുമെന്ന് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചെന്താ പറയുക, നമ്മളിനി ഇതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ചെയ്യണപ്പോൾ HSBCക്ക് എന്തിനാണ് നമ്മളെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻ്റെ ഇതാണ്, ബിക്കോസ് എൻ്റർപ്രൈസ് അല്ലേ. അപ്പോഴാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ലൈക്ക് യു ആർ എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസർ. ഞാനപ്പോൾ ആലോചിച്ചു എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ള സംഭവം. അന്ന് ആ ഏരിയ നമുക്കറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ഒരു ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മാനേജറോട് അവിടെ പറഞ്ഞു, ഇവരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഒരു പോസ്റ്റൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണേ, നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര രൂപയൊക്കെ ചെയ്യും, നമുക്കൊരു 10,000 ഒക്കെ പറയായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് ഞാനൊന്നും ചെയ്യണ്ട, ഇവർ തന്ന സാധനം നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ മതി, നല്ലൊരു കോണ്ടന്റ് വെച്ചിട്ട്. അതേ സാധനം മാഡ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയും. മാഡ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ അതൊക്കെ ഹിറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്സ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഹ്യൂമൻസ് ഓഫ് മമ്മിയുടെ കരിഷ്മ മേത്തയുടെ ഇപ്പുറം അനൂജ ബഷീറിൻ്റെ പോസ്റ്റ് കമ്പാരിസനാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ തലറിഞ്ഞു വീണു. എനിക്ക് അങ്ങനത്തെ ഒരുപാട് എക്സ്ട്രാordinary കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര എക്സ്ട്രാordinary. അപ്പം ഇതെന്നെ ആദ്യത്തായിരുന്നു ഹ്യൂമൻസ് ഓഫ് മമ്മിയിലെ കരിഷ്മ മേത്തയുടെ അനൂജ ബഷീറിൻ്റെ പോസ്റ്റ് ഏറ്റവും ഔട്ട്റീച്ച് ഉള്ള പോസ്റ്റ് അതായിരുന്നു. അതായത് പീപ്പിൾ ആ കോണ്ടന്റ് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ലൊരു പോസ്റ്റ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ HSBC ഇന്ത്യയിൽ എത്രമാത്രം ലീഡേഴ്സിനെ അല്ലെങ്കിൽ എന്തുമാത്രം സിസ്റ്റം പവർഫുൾ ആക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് മാഡ് ഓഫ് മാർക്കറ്റിംഗ് ആ കണ്ടന്റിനെയാണ് അവർ ഇവരുടെ രണ്ടുപേരുടെയും പോസ്റ്റാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ടീമിനോടൊക്കെ ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കാണോ വട്ട് അത് ഇവർക്കാണോ വട്ട്? അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ എൻ്റെ കമൻറ്റ് അതായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലാണ്, കാര്യം ആൾക്കാർ പറയത്തില്ല നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ. മാനിപ്പുലേഷൻ നെഗറ്റീവാണ്, പോസിറ്റീവ് സൈഡ് സ്ട്രാറ്റജി അല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഉള്ളത് സർവൈവൽ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ, ബിക്കോസ് വി ആർ മോർ ബെയറിങ് പീപ്പിൾ. സ്പീഷീസിൻ്റെ കാര്യം പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വുമൻ ഓൺട്രപ്രണേഴ്സ് പറയും, നിങ്ങൾ ശരിക്കും ലോജിക്കൽ പാർട്ടുകൾ കൂടി ഇൻവൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്ട്രാറ്റജിസ്റ്റുകളായി മാറും. അപ്പം ഞാൻ ലൈഫിൻ്റെ സർവൈവലും സ്ട്രഗിളും ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൂടെ അപ്പോൾ പതുക്കെ ഞാനൊരു സ്ട്രാറ്റജിസ്റ്റായി. അന്നും എനിക്ക് ആ വേർഡിൻ്റെ ശരിക്കും ഡെഫിനേഷൻ മനസ്സിലായില്ല. പക്ഷെ ഞാനപ്പോൾ മനസ്സിലായി എൻ്റെ കമ്പനികളെ എങ്ങനെ ഞാൻ പൊസിഷൻ ചെയ്യും. അങ്ങനെ ഞാൻ ഒറിയെന്ന് പറഞ്ഞ എൻ്റെ ഈ ബ്രാൻഡിങ് കമ്പനി പതുക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് അങ്ങനത്തെ വർക്കുകളൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഇരുന്നുകൊണ്ട് ഓൺട്രപ്രണേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നത് അറിയാം, ഓരോ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ലെവറേജ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ നിങ്ങൾ ഓൺട്രപ്രണേഴ്സ് ആവുള്ളൂ, എന്നാലേ ഈ ഇന്നോവേഷനും സ്ട്രാറ്റജിയും വരത്തുള്ളൂ. അല്ലാതെ പൈസയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്കം സമയമെടുക്കും. ഇതിന് നമുക്ക് ഉറപ്പില്ല ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന്. അപ്പോൾ ഇതൊരു അൽഗോരിതമാണ്. ഈ യെസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നോ വന്നു കഴിഞ്ഞാൽ അടുത്ത യെസ്സിലേക്ക് എങ്ങനെ കൊണ്ടുവരും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഈ ഏരിയയിലേക്ക് തന്നെ
പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ആളാണോ. എൻ്റെ തന്നെ സർവീസ് സിസ്റ്റം ഞാൻ പൊസിഷൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻച്വലി ഞാനിതിനെ ബ്രാൻഡാക്കും. അപ്പോൾ ഞാൻ ആരായി ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയില്ലേ. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പലരും എന്നോട് പറഞ്ഞത് ഞാൻ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതിലെ ഏരിയയിലുള്ള ആൾക്കാർ പറഞ്ഞു യു ആർ എൻ അമേസിങ് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇതാണോ. അപ്പോൾ അത്രയും നേരം ഞാൻ മാർക്കറ്റിംഗ് എന്നുള്ള ആളെ നിന്ന് അവിടെ നിന്ന് എൻ്റെ വേർഡ് ക്യൂറേറ്റ് ചെയ്തു, ബ്രാൻഡ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ്. അന്നേരം ഞാൻ വിനുവിനോട് പറഞ്ഞു, വിനുവിൻ്റെ ഫ്ലെക്സിക്ലോഡ് എന്നൊരു ഫ്രീലാൻസ് അതാണ് 2020 ഞാൻ പുള്ളിയോട് ചോദിച്ചു നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്തുകൂടാ. നമുക്കങ്ങനെ 3.5 years കൊണ്ട് ഞങ്ങൾ ടോപ്പ് 200 സ്റ്റാർട്ടപ്സ് ബൈ ഫോബ്സ് ആയി. അത് ശരിക്കും ഞാനത് പഠിച്ചത് എങ്ങനെ ബിക്കോസ് ഞാൻ മറ്റുള്ള ഫെലോ ഓൺടർപ്രണേഴ്സിനെ പഠിക്കും, ഞാൻ അവരുടെ ഇൻസൈറ്റ്സ് കേൾക്കും, അവരെങ്ങനെയാണ് ഇത് ചെയ്തത്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി ആ മാർക്കറ്റിനെ എപ്പോൾ എങ്ങനെ ടാപ്പ് ചെയ്യണമെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ബ്രെയിൻ കുറച്ച് ഇപ്പോൾ അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്ത് കണ്ടാലും ആ ഫീഡ്സ് വരും എനിക്ക്. അവിടെ നിന്ന് ഞാൻ പതുക്കെ ലിങ്ക്ഡിൻ ഇൻഫ്ലുവൻസർ ആയപ്പോഴത്തേക്കിനും മനസ്സിലാവും നോർത്തിലേക്ക് ഞാൻ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഓൺടർപ്രണർ കൂടാണ്ട് ഞാൻ അപ്പോൾ എൻ്റെ ഈ സ്റ്റോറീസ് എവിടെ നിന്നൊക്കെയോ വന്നിട്ട് പതുക്കെ ഞാൻ തന്നെ ബ്രാൻഡ് ഒരു എക്സ്പേർട്ട് ടോക്കിനും ഈ പറഞ്ഞ പോലെ ഞാനൊരു മെൻറ്റോർ ഇതിനും ഞാൻ പതുക്കെ പോകാൻ തുടങ്ങിയപ്പോൾ IITs ഒക്കെ എന്നെ മെൻറ്റർഷിപ്പിന് വിളിക്കാൻ തുടങ്ങി. ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മെൻറ്ററായി. ബിക്കോസ് നമുക്ക് സ്റ്റോറി അല്ലല്ലോ, നമ്മൾ ശരിക്കും ലൈഫ് ലിവ് ചെയ്തല്ലോ. ആ ലൈഫ് ലിവ് ചെയ്യുമ്പോൾ നമുക്ക് ആ കഥ നമ്മൾ ആ ജീവിതം ജീവിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ആളോട് ഒരു ആസ്പയറിങ് ഓൺടർപ്രണർ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിങ്ങനെയല്ല. പിന്നെ വെച്ചാൽ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടൈസും എക്സ്പീരിയൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാordinary സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ആയപ്പോഴത്തേക്കും ഞാൻ മെൻറ്ററായി തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ പോലെ 5 പൈസ വാങ്ങില്ല പ്രൊബോണായ. പക്ഷേ പ്രൊബോണ ആണെങ്കിലും ഉണ്ടല്ലോ അതും എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോൾ ഞാൻ IITs ഒക്കെ ആ ടാഗ് ലൈൻ ഞാൻ പിടിച്ചു വെച്ചു സ്റ്റാർട്ടപ്പിൻ്റെ. ഇന്ന് ഞാൻ IITസിലൊക്കെ 45 ഇൻക്യുബേറ്ററിൻ്റെ സ്റ്റാർട്ടപ്പ് മെൻറ്ററാണ് ഞാൻ. അത് ഈ പറഞ്ഞ പോലെ പറ്റാവുന്ന ഇപ്പോഴും ഞാൻ പ്രൊബോണായി ചെയ്യുന്നത്. അപ്പം ആ സമയം വന്നപ്പോഴാണ് ലിങ്ക്ഡിൻ സാധനം വന്നത്. അപ്പോൾ ഞാൻ ലിങ്ക്ഡിൻ കുറേ ഇൻഫ്ലുവൻസേഴ്സായിട്ട് കണക്ട് ചെയ്തു. ഇവർക്കൊക്കെ ഭയങ്കര വലിയ ഫോളോവേഴ്സും ഇവരെല്ലാം കണ്ടൻറ് ഫോളോവേഴ്സാണ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ബിക്കോസ് ഞാൻ ഓൺടർപ്രണറാണ്, ഇവരെല്ലാം കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാം എന്നോട് ചോദിക്കും. അത് മാത്രം എനിക്ക് വരുന്ന എൻ്റർപ്രൈസ് അസോസിയേഷനൊക്കെ വേറെയാണ്. അപ്പോൾ ഇവരൊക്കെ എന്നോട് ചോദിക്കും എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, അവർ ഇത് കണ്ടിങ്ങനെ സംഭവിച്ച ഹാപ്പനിങ്. അപ്പം ഞാൻ ഇവരുടെ ഒന്നും ആർട്ട് പഠിക്കാൻ തുടങ്ങി. ഈവൻ ഹൗ ടു പുട്ട് എ പോസ്റ്റ്, ഹൗ എക്സാക്ട്ലി ടു ഈവൻ ഒരു സെൽഫി എടുക്കേണ്ട ആംഗിൾ പോലും ഇവരെ എനിക്ക് പഠിപ്പിച്ചത്. അങ്ങനെയൊക്കെ പോയപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ മെൻറ്റോർഷിപ്പ് വന്നു, ലിങ്ക്ഡിൻ വന്നു. ലിങ്ക്ഡിനിൽ നിന്ന് പതുക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം, ബിക്കോസ് റീജിയണൽ സ്പേസിലും പിന്നെ ഈ D2C പ്രോഡക്ട്സും അങ്ങനത്തെ ഔട്ട്റീച്ചൊക്കെ കൂടുതലും ഇൻസ്റ്റയിലാണ്. അത് ഈ പറഞ്ഞാൽ മീഡിയയിൽ പലരും ഇൻ്റർവ്യൂ ചെയ്തു അവരെന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നില്ല, ഇതിൽ പല റീൽസും പ്രത്യേകം എനിക്ക് സമയമൊന്നുമില്ല, എനിക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ ഞാൻ ബേസിക്കലി ഒരു എക്സ്ട്രോവേർട്ട് ആൾക്കാർക്ക് തോന്നുന്നില്ല, ചില കാര്യത്തിൽ ഞാൻ ഭയങ്കര ആംബിവേർട്ടാണ്. എഗെയിൻ വെർ ഗുഡ് തിങ്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് അത്രയും ചെയ്യാനുള്ളത് വരുന്നില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അതൊന്നും ചെയ്യണ്ട, ഈ ഇഷ്ടംപോലെ വീഡിയോസും ഇത്രയും ചെയ്യുന്നില്ല, ഇതിൻ്റെയൊക്കെ കട്ടൗട്ട്സ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ ലിങ്ക്ഡിനിൽ പോകുന്ന സാധനം തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്കും പോയിട്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അനങ്ങുന്നില്ല, എനിക്ക് ലിങ്ക്ഡിൻ പോലെ അല്ലല്ലോ ഇൻസ്റ്റാഗ്രാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ എനിക്കൊരു മെൻറ്റർ അഡ്വൈസ് ചെയ്തു, ഈ D2C മറ്റേ കടന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം വേണം. ഇത് പിന്നെ ഈ പറഞ്ഞ ഏജൻസീസും കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊരു ഇതിങ്ങനെയല്ല ഓടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ലൈഫ് ലോങ് എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അവരവരുടെ എക്സ്പെർട്ടൈസ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ഷമയെടുത്ത് പഠിക്കാനും നിൽക്കും. പിന്നെ അത് മാത്രമല്ല ഞാൻ അങ്ങോട്ട് കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാച്ചുറലി അവരിങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇൻസ്റ്റാഗ്രാമിലും പതുക്കെ ഇത് ചെയ്ത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ ശരിക്കും ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും അവരെൻ്റെ ഫെലോ ട്രൈബാണ്. ഞാൻ അവരുടെ എൻ്റർപ്രൈസും മറ്റേതൊക്കെ ആണെങ്കിൽ ഞാനൊരു കമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഓൺടർപ്രണേഴ്സിനെ എൻ്റെ കൂടുതലുള്ള ആൾക്കാരെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പറയും ഞാൻ പോസ്റ്റ് ഇടാം, ഞാൻ അല്ലെങ്കിൽ ഇത് ഇടുന്നത് അപ്പുറമുള്ള ആളുടെ ആ ഒരു സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയത് ദേ ആർ ലൈക്ക് മീ. അതുകൊണ്ട് ഫൗണ്ടേഴ്സിൻ്റെ കേസിൽ ഞാൻ എപ്പോൾ നോക്കിയാലും ആ ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ ഞാനൊരു വലിയ സ്കെയിൽഡ് അപ്പിൻ്റെ കാര്യമല്ല പറഞ്ഞത്, അല്ലാത്ത എൻ്റെ ഒരു പിയേഴ്സിൻ്റെ അടുത്ത് ഞാൻ എന്നും
അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ പ്രോഡക്ട്സ് ഞാൻ എടുക്കും, ഞാൻ അവരുടെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റായി ഇപ്പോൾ പലരെയും ഈ പറയുന്ന പോലെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന്. അപ്പോൾ അനുജയുടെ ലൈഫിൽ അത് ഒരുപാട് സ്ഥലത്ത് വന്നതാണ്. കാരണം നമ്മൾക്ക് ആ ഒരു ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് താഴേക്ക് പോകാൻ പറ്റില്ല എന്നല്ല. പക്ഷെ പലപ്പോഴും പല ഓൺട്രപ്രണേഴ്സിനും വരുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ അവർ ഈ പറയുന്നത് പോലെ ആ പോയ ആ ലെവലിൽ നിന്ന് താഴില്ല എന്നുള്ളൊരു ഇത്. 2 പരാജയം വരുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് പോകും. 3 ഈ പറയുന്നത് പോലെ പാഷൻ എന്ന് പറയുന്നത് കോമഡി ആയിട്ട് പറയാറുണ്ട്. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല, സന്തോഷം മാത്രമാണെങ്കിൽ അത് പാഷനും, എന്തെങ്കിലും റെമ്യൂണറേഷൻ കിട്ടുകയാണെങ്കിൽ അത് പ്രൊഫഷനും ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ അപ്പൊ പാഷനോടൊപ്പം നമ്മൾ ഈ പറയുന്ന ലോജിക് കൂടെ അപ്ലൈ ചെയ്യണമെന്ന്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഒരു അഡ്വൈസ് ആണ് ഇനി പുതിയതായിട്ട് സംരംഭത്തിലേക്ക് വരുന്നവർക്ക്? പ്രത്യേകിച്ച് സ്ത്രീ സംരംഭകരുടെ എണ്ണം ഇപ്പം കൂടുതൽ ഉണ്ട്, എന്നാൽ പോലും കൂടുതൽ പേർക്ക് ഇനി വരാൻ പറ്റുന്നുണ്ട്. ഞാനിതിൽ പറയാനൊരു പോയിന്റ് മറന്നു. ഞാനൊരു ഡൈവേഴ്സിറ്റി ഇവാഞ്ചലിസ്റ്റും കൂടിയാണ്. സ്ത്രീകളെ മാത്രമല്ല, LGBTQ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ്. കാരണം അത് ഞാൻ ശരിക്കും അവരുടെ ഒരു പാർട്ടായപ്പോൾ എനിക്ക് മനസ്സിലായത് അതൊരു ബിലോങ്ങിങ്നെസ് ആണ്. നമ്മൾ വേർ വി ബിലോങ് ടു. അത് വെച്ചാൽ അവിടെ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ അവർക്ക് കൊടുക്കണം. ബിക്കോസ് ഇൻ നമ്പേഴ്സ് അവർ കൂടെ വന്നാൽ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് എക്കോസിസ്റ്റം ഉണ്ട്. ബിക്കോസ് സ്ത്രീകൾ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ ഈ ലിമിറ്റേഷൻ ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ അവർക്കൊക്കെ ആ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊരു വേറൊരു ക്രിയേറ്റീവ് സ്കിൽ സെറ്റ്സ് അപ്പർ സൈഡിൽ കൂടെ അവരെ ഭയങ്കരമായിട്ട് പവർഫുൾ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് തന്നെ ചില കാര്യങ്ങൾ അവർക്ക് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും അവർക്ക് വേറെ ഒരു സൈഡിൽ ഭയങ്കര ക്രിയേറ്റീവും ഭയങ്കര ലോജിക്കൽ ബ്രെയിൻസും ആണ്. അപ്പോൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യം, അസ്പയറിംഗ് ഓൺട്രപ്രണേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എല്ലാവരും ആദ്യത്തെ ഓൺട്രപ്രണേഴ്സ് ആവത്തില്ല. പിന്നെ എല്ലാവരും ഓൺട്രപ്രണേഴ്സ് ആവുകയും ചെയ്യരുത്. നമ്മൾ നല്ലൊരു പ്രൊഫഷണൽസ് ആയാലും അത് വലിയ കാര്യമാണ്. ഇപ്പോൾ എൻ്റർപ്രൈസിലോ കോർപ്പറേറ്റ്സിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഇരിക്കുന്ന നല്ല എംപ്ലോയീസ്, ഈ എംപ്ലോയീസ് ഉള്ളത് കൊണ്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഓർഗനൈസേഷനുകൾ നിലനിൽക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനലിൻ്റെ ഒരു പവർ ഇങ്ങനെ വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി അതുപോലെ ഇവിടുത്തെ ചോയ്സാണ്. പക്ഷെ പിന്നെ ഈ എംപ്ലോയി ആയിട്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്ക് ഈ സ്കിൽ സെറ്റ് ഉണ്ടാവും. കാരണം അവർക്കതിൻ്റെ ഒരു ട്രീറ്റ് അവരിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് പിവോട്ട് ചെയ്ത് അവർ എംപ്ലോയേഴ്സ് ആവുന്നത്. അപ്പം ആദ്യത്തെ കാര്യം നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് പറ്റിയ വ്യക്തിയാണോ? പിന്നെ ഇതൊരു കാര്യം, ഇതിൻ്റെ ഗ്ലാമർ സൈഡ് ആണ് മിക്ക ആൾക്കാരും കാണുന്നത്. ഈ അവാർഡ് കിട്ടുന്നതും അച്ചീവ്മെൻറ്റ് കിട്ടുന്നതും ഈ പറയുന്ന പോലെ പോഡ്കാസ്റ്റും TV ഷോസും. പക്ഷേ ഇതിൻ്റെ പുറയിൽ ഇങ്ങനത്തെ വലിയ വലിയ കഥകളുണ്ട്. ഇത് എത്ര പേർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും? ഇതിപ്പോൾ പറയുന്നത് 3 പ്രാവശ്യം ഫെയിലായിട്ടും ഞാൻ പിടിച്ചു നിന്ന് എനിക്കിത് വേണമെന്നുള്ള ആ ഗ്രിറ്റ് എത്ര പേർക്കുണ്ടാവും? അല്ലെങ്കിൽ എനിക്ക് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി എത്ര പേർക്കുണ്ടാവും? ഇതെല്ലാം പോകാത്തിന് സാഹചര്യം ഒരു വലിയ കാര്യമാണ്. ഇതിൽ ഓരോരുത്തർ ഈ വരുന്ന ഡീമോട്ടിവേഷനെ തിരിച്ച് ഇതല്ലാതെ പോസിറ്റീവായിട്ട് കണ്ട്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും, ഇതിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി ഈ പ്രശ്നങ്ങളൊക്കെ ഇതൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആൾക്കാരാണ് എപ്പോഴും ഓൺട്രപ്രണേഴ്സ്. അപ്പം അതുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്താൽ. രണ്ടാമത്തെ കാര്യം, ഇതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി ആദ്യമേ കയറിയിട്ട് ഫണ്ടിങ് വരും എന്നുള്ള മിഥ്യയായ ധാരണയിൽ പിടിക്കരുത്. ബിക്കോസ് അങ്ങനെ ഞങ്ങളൊക്കെ ഫണ്ടിങ് എന്നാണ് എത്ര വർഷം കഴിഞ്ഞ്, ഐ തിങ്ക് ആഫ്റ്റർ 8 years എൻറ്ററിങ് ദ എൻറ്റയർ തിങ് വി ടുക്ക് ഫണ്ടിങ്. സോ ഈ ഫണ്ടിങ് ആവശ്യമുണ്ടോ വേണ്ടിയോ? ഇപ്പോൾ സർവീസ് സിസ്റ്റത്തിനാണെങ്കിൽ ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ പ്രൊഡക്റ്റോ സ്കെയിലിങ്ങോ ഒരു ഗ്ലോബൽ സ്കെയിലിങ്ങിനോ പോകുമ്പോഴാണ് നമുക്ക് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതും ആദ്യം ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് നടത്താനുള്ള കഴിവുണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉണ്ടോ? നിങ്ങൾ ഇറങ്ങുന്ന കാര്യത്തിൽ മറ്റുള്ളവരെ കണ്ടിട്ടല്ല, ഫണ്ടിങ് കണ്ടിട്ടുമല്ല, കൂടെയുള്ള ആൾക്കാരെ കണ്ടിട്ടുമല്ല, നിങ്ങൾക്ക് ഇതുണ്ടോ? ഇത് രണ്ടാമത്തെ കാര്യം. 3, നിങ്ങളിതിൽ ഇറങ്ങിയാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇറങ്ങരുത്. ബിക്കോസ് പാഷൻ അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അത് പ്രൊഫഷനായിട്ടുള്ള ഇത് വരുവാണെന്നില്ല, അതിൽ സീരിയസ്നെസ് വേണം, അതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം, അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതിന് ചെയ്യാൻ ലോജിക്സ് ഭയങ്കര ആവശ്യമാണ്. ഈ എക്സ്പെർട്ടൈസ്, ലോജിക്സ്, പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആൾക്കാരുമായിട്ട് അതിനാണ് മെൻറ്റേഴ്സ്. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ പോയി ചോദിക്കുക. അതിൽ ഈ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ് തികഞ്ഞ ആളാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പഠിക്കില്ല. നമ്മൾ ഓൾവേസ് എ ഗുഡ് ലേണർ ആയിരിക്കണം. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ നല്ല ഫൗണ്ടേഴ്സിനെ കിട്ടുന്നത് ഒരു ബ്ലെസ്സിങ്ങുമാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പല പ്രാവശ്യം ഫൗണ്ടേഴ്സ് എടുത്തെടുത്ത് തോറ്റുകൊണ്ടാണ് പിന്നെ എനിക്ക് റൈറ്റ് ഫോൺ. അപ്പോൾ ഓവർ ദ ടൈം പിന്നെ ഒരു കാര്യം, എപ്പോഴും ഒരു ഇവല്യൂഷൻ ഉണ്ട്. ഒരു സ്ഥലത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ വിഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതല്ല നമ്മുടെ വിഷൻ. നമുക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടാണ് നമ്മൾ വിഷനിൽ പോകുന്നത്. പക്ഷേ അത് ഇവോൾവ് ചെയ്യുമ്പോൾ അതൊരു വലിയ വിഷനായി മാറും. അവിടെ സമയാസമയങ്ങളിൽ പിവോട്ട് ചെയ്യാൻ പഠിക്കും.
ഇതാണ് എൻ്റെ അഡ്വൈസ്. ഐ മീൻ എനിക്കറിയാവുന്ന അഡ്വൈസ് അല്ല, ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ട് തരത്തിൽ സംരംഭകരുണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സംരംഭകരെന്ന് പറയുന്നത് എനിക്കങ്ങനെ മാർക്കറ്റിംഗ് വേണ്ട, എനിക്കതൊന്നൊരു ബ്രാൻഡ് ആവണ്ട, പക്ഷെ അല്ലാതെ തന്നെ ഞാൻ നല്ല രീതിയിൽ സെയിൽ ചെയ്യും. അങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അതായത് ഒരു പരസ്യമില്ലാതെ ഒന്നുമില്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മറുവശത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ വലിയ തോതിൽ എല്ലാവരും അവരവരുടെ തന്നെ മോഡലായിട്ട് സെൽഫ് മോഡലിംഗ്, എത്ര പേരാണ് അങ്ങനെ അവർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിംഗിൽ നമുക്കറിയാം, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് വാഷിംഗ് പൗഡർ നിർമ്മ ആ ഒരു അഡ്വർടൈസ്മെന്റ് മുതൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന മാർക്കറ്റിംഗിൽ ആ ഒരു മാറ്റം ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഭയങ്കര വലിയ മാറ്റമാണ്. ബിക്കോസ് അന്ന് അഡ്വർട്ടോറിയൽ സൈഡ് ആയിരുന്നു പവർഫുൾ എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സൈഡാണ്. ഇപ്പോൾ ക്രിസ്റ്റീന നേരത്തെ എന്നോട് ചോദിച്ചു, ടൈം സ്ക്വയറിൽ ഞാൻ ഫീച്ചേർഡായി. ടൈം സ്ക്വയറിൽ ഞാൻ ഫീച്ചർ ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവർക്ക് 200 എക്സ്പേർട്സിനെ വേണമായിരുന്നു ഫ്രം വേൾഡ് അക്രോസ് ഹൂ വാസ് ഡൂയിങ് ദാറ്റ്. അവിടെ ഡിജിറ്റൽ സ്പേസിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഫാവിക്കോൺ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എന്നെ 200 ടോപ്പ് ലിങ്ക്ഡിൻ ഇൻഫ്ലുവൻസേഴ്സായിട്ട് ലിസ്റ്റ് ചെയ്തു. ആദ്യത്തെ 3 ഇന്ത്യയിലെ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഡിജിറ്റൽ സ്പേസിൽ ഞാൻ കിടന്നപ്പോൾ മറ്റേവർ ഗൂഗിൾ ചെയ്തപ്പോൾ എന്നെ കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അപ്പം മാർക്കറ്റിംഗ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരോട് അത് അവരുടെ ചോയ്സ് ആയിരിക്കാം, പക്ഷേ ഒരു സ്കെയിലിംഗ് എന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ, ബിക്കോസ് അല്ലാതെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൺവെൻഷണൽ ബിസിനസ്സിന് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് വിൽക്കും, അതിൽ നിന്ന് പൈസ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. ആളുകൾ നമ്മളെ അറിയുന്നതിനൊപ്പം നമ്മളിലൂടെ നമ്മുടെ പ്രോഡക്ട്സും നമ്മുടെ സർവീസസും അറിയുന്നു. അപ്പം അങ്ങനെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിന് ഫസ്റ്റ് ഐഡിയ തന്നെ അട്രാക്ട്, എൻഗേജ്, കൺവേർട്ട്, ഡിലൈറ്റ്. അപ്പം അട്രാക്ട് എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് വരും? അൺലെസ് വി ഡു ദിസ്. സോ പിന്നെ കൺവെൻഷണൽ ഇത് ചെയ്യുന്ന സംഭവിക്കുന്നത് വെച്ചാൽ ആ പ്രൊഡക്റ്റിൻ്റെ മഹത്വം കൊണ്ട് ചിലപ്പോൾ അത് വർക്കൗട്ട് ആയി പോകും. പക്ഷേ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ പോകണമെന്നില്ല. പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മളെ അറിയുന്നത് നമ്മുടെ കഴിവ് കൊണ്ട്, ആ നെറ്റ്വർക്കിംഗ് കൊണ്ടായിരിക്കും അവർ നമ്മളെ വിശ്വസിച്ചല്ലേ വന്നത്. അപ്പോൾ നമ്മളിപ്പോഴും പറയും പ്രൊഫഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പേഴ്സണിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ സ്പേസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരായി മാറിയുണ്ട്, അതിനെ ഇഗ്നോർ ചെയ്താൽ മണ്ടത്തരം എന്നായിരിക്കും ആസ് എൻ ഓൺട്രപ്രണർ മൈ അഡ്വൈസ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ആൾക്കാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, പെൺകുട്ടികളെയൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തിയാണ് സുഷ്മിത സെൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ സ്വന്തം വഴി വെട്ടി വന്ന ആളെന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി. അപ്പോൾ സോഷ്യൽ കൺഫ്രണ്ടേഷൻ ഒന്നും ഒട്ടും ബാധിക്കാതെ സുഷ്മിത സെന്നുമായിട്ട് വേദി പങ്കിടാൻ ഇടയായി. ഞാൻ ആ ഒരു റീല് കണ്ടു, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കണ്ടു. എന്തായിരുന്നു സംഭവം? അയ്യോ, എനിക്കറിഞ്ഞൂടാ. ക്രിസ്റ്റീന ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ഹാപ്പിനെസ് വരും കേട്ടോ. ബിക്കോസ് ദീസ് ആർ വെരി ആളുകൾക്ക് ഭയങ്കര ചെറിയ കാര്യമായിരിക്കും, എന്നെ സംബന്ധിച്ചോളം ഭയങ്കര വലിയ കാര്യമാണ്. ആ റീല് നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ സുഷ്മിത സെൻ ദൂരെ നിന്ന് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഒച്ചത്തിൽ കരഞ്ഞുപോയി. ശരിക്കും ഞാൻ കരഞ്ഞുപോയി. കാര്യം വെച്ചാൽ ഞാനൊക്കെ കോളേജിൽ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്ന സമയത്ത് സുഷ്മിത സെനാണ് ശരിക്കും പറഞ്ഞാൽ മിസ് യൂണിവേഴ്സ് ആവുകയാണ്. അപ്പം അവരെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തൊരു കോൺഫിഡൻ്റ് അവർ. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 പ്ലാറ്റ്ഫോംസിൽ പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ ആ ഒരു തീരുമാനമായിരുന്നു പുള്ളിക്കാരിയെ ആ ഒരു ലെവലിൽ എത്തിക്കുന്നത്. ബിക്കോസ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. മദർ സപ്പോർട്ട് ചെയ്തു. ഈവൻ ഒരു ഗൗൺ പോലും പുള്ളിക്കാരി ധരിച്ചത് ആ മെയിൻ ഡേക്ക് അവർ കഷ്ടപ്പെട്ട് ഒരു സാധാരണ ഒരു ടൈലർ എടുത്തപ്പോൾ അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞ കഥയിൽ പുള്ളിക്കാരി ഐഡിയ ഇന്നോവേഷനായിരുന്നു പുള്ളിയുടെ. അന്നക്കാലത്തെ ഇന്നോവേറ്റർ ആയിരുന്നു പുള്ളിക്കാരി ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൈയും കാലും വെടറോ. കാരണം വെച്ചാൽ ഞാൻ ഐക്കണായിട്ടുള്ള നിൽക്കുന്ന ഞാൻ റോൾ മോഡലായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ കണ്ടിട്ടുള്ള ഇന്നും എപ്പോഴും എനിക്കൊരു വ്യക്തിയാണ് സുഷ്മിത സെൻ. അപ്പോൾ പുള്ളിക്കാരിയുടെ ഞാൻ തൊട്ടപ്പോൾ ഞാൻ ശരിക്കും വെച്ച് എനിക്ക് റിയാലിറ്റി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I mean, she's such a wonderful human. She hugged me and she said that, listen, I read your profile. I am actually proud of you. You're my inspiration. അപ്പോൾ ആര്യ എന്ന് പറഞ്ഞൊരു സീരീസ് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചാൽ ഈ 2ാമത്തെ സീരിയൽ മരിച്ചു പോകുന്നല്ലോ. അപ്പോൾ പിന്നെ എനിക്കത് കാണും, ഞാൻ നല്ല കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുമായിരുന്നു. ആ പുള്ളിക്കാരിനോട് പറഞ്ഞു ട്വിസ്റ്റ് എപ്പോഴും ഉണ്ടാവില്ലേ. ഐ മീൻ അത്രയ്ക്കും സിമ്പിൾ ഒരു നോർമൽ ലേഡി ആയിരുന്നു. അപ്പം നമ്മളീ പറയുന്ന പോലെ ഈ ഇത്രയും സെലിബ്രിറ്റി ഡിലൈറ്റിൽ നിന്ന വ്യക്തിയാണെങ്കിൽ പോലും ആഫ്റ്റർ ഓൾ ഷീസ് എ ഹ്യൂമൻ. ഷീസ് എ വണ്ടർഫുൾ ഹ്യൂമൻ. ഷീസ് ആക്ച്വലി എൻ എംപത്തറ്റിക് വുമൻ. അപ്പം പുള്ളിക്കാരി എൻ്റെ മോഡലാവ് എനിക്ക് ആ ദ ഹഗ് ഷീ ഗേവ് മീ ഇന്നും ഞാൻ മറക്കില്ല അത്. കാരണം വെച്ചാൽ അന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു പാറ്റ് തന്ന്
നോക്കിക്കേ, സുഷ്മിത സെന്നിന് കൂടെ എക്കണോമിക് ടൈംസിൻ്റെ ഇൻസ്പിറേഷൻ ലീഡേഴ്സ് അവാർഡായിരുന്നു. ഞാനായിരുന്നു കേരളത്തിലെ ഫസ്റ്റ് ഓൺടർപ്രണർ ടു ഗെറ്റ് ദറ്റ് അവാർഡ്. അപ്പോൾ ഷി വാസ് ടെല്ലിങ് മീ, ഐ നോട്ടീസ് യു ബിക്കോസ് യു ആർ ഫ്രം കേരള ആൻഡ് കേരള ഇസ് ലൈ ഗോഡ്സ് ഓൺ കൺട്രി. ബിക്കോസ് അവരെ സംബന്ധിച്ചോളം കേരളം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഗോഡ്സ് ഓൺ കൺട്രി. അപ്പോൾ അവിടുന്ന് ഒരു വ്യക്തികൾ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ലിറ്ററസി ലെവലും ഭയങ്കര ബുദ്ധിയുള്ള ജീവികളാണെന്ന് പുള്ളിക്കാരി അന്ന് എന്നോട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചതാണ്, ഓ അറ്റ്ലീസ്റ്റ് എൻ്റെ സ്ഥലത്തിനെ എനിക്ക് അങ്ങനെയും പുള്ളിക്കാരി കണ്ടല്ലോ അവിടെ നിന്ന് വന്നപ്പോൾ അതൊരു ഭയങ്കര വലിയൊരു മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. ഈ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് പറഞ്ഞതുപോലെ സ്വന്തം നിലയിൽ കുറേ ഗുലുമാലുകളിൽ പോയി ചാടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറേ പാഠം പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് പല ക്ലയൻസിനെയും കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ക്ലയൻസിൻ്റെ നിന്ന് ഏതെങ്കിലും പാഠം പഠിച്ചിട്ടുണ്ടോ? അയ്യോ, ക്ലയൻസ് ഭയങ്കര പാഠങ്ങളാണ് പഠിക്കുന്നത്. ചില ക്ലയൻസ് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഏൽപ്പിക്കും. നമ്മളെ ഏൽപ്പിച്ചിട്ട് അവർ പറയും ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽസ് ഒന്നും അവർക്ക് പ്രശ്നമല്ല, പക്ഷെ അവരൊന്നും തിരിഞ്ഞു നോക്കില്ല. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, അങ്ങനെ എനിക്ക് ഒരുപാട് വലിയ വലിയ പ്രോജക്ട്സ്, ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്ട്സിൻ്റെ ലോഗോകൾ മറ്റേ പെട്ടിയുടെ ഉള്ളിലിരിപ്പുണ്ട്. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു പ്രോജക്റ്റും എടുക്കില്ല. ഞാൻ എടുക്കുന്ന പ്രോജക്റ്റിൽ ബിക്കോസ് എനിക്ക് ആ വർക്ക് ചെയ്തുകൊണ്ട് അതൊരു ബ്രാൻഡായിട്ട് എനിക്കത് കിട്ടിയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് എത്ര വലിയ ആൾക്കാരാണെങ്കിലും അവർ എത്ര പൈസ തന്നാലും ഞാൻ എപ്പോഴും പറയും, ഇത് വർക്കബിളായിട്ട് നിങ്ങൾ സീരിയസ് ആണത്. ഞാൻ നിങ്ങളുടെ ഫോസ്റ്റർ, ആ ബ്രാൻഡിൻ്റെ ഫോസ്റ്റർ പേരൻ്റാണ്, നിങ്ങളാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം നിങ്ങളായിരിക്കും ഇതിൻ്റെ പേരുണ്ട്. അപ്പം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനപ്പോൾ ഞാൻ നിങ്ങളുടെ കുട്ടിയെ കെയർ ചെയ്യുവാണ്, ഞാനിതിപ്പോൾ എല്ലാം നോക്കി പരിപാലിക്കുവാണ്, നിങ്ങളെന്നെ ഏൽപ്പിക്കുവാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. ആ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് മലയാളി ക്ലയൻസിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ വളരെയധികമാണ്. നോർത്തിലെ ആൾക്കാർക്ക് കുറച്ചും കൂടി അവർ കൺസേൺഡ് ആണ്. ഇവിടെ പലപ്പോഴും ഇതിനെ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വലിയ പാഠം പഠിച്ചുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനത്തെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും. ഞങ്ങളുടെ ടീം അതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ഞങ്ങൾ ആ പ്രൊജക്റ്റ് എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പ്രൊജക്റ്റ് തൊടില്ല. ബിക്കോസ് ഞങ്ങൾക്ക് അറിയാം അത് പെട്ടിപ്പുറത്തിലിരിക്കും എന്നുള്ളത്. പിന്നെ ചില ക്ലയൻറ്റുകൾ പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഭയങ്കര ഇന്നോവേറ്റീവ് ആണ് അവർ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഞാൻ ചെയ്ത് ഇപ്പോൾ ടെക് ആവട്ടെ, D2C ആവട്ടെ, അല്ലെങ്കിൽ മെഡിക്കൽ ആവട്ടെ, ഹെൽത്ത് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഒരുപാട് ഇത് പഠിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ ടെക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ് കാരണം പല എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് സാധനങ്ങൾ വരുമ്പോൾ ഈ ഐഡിയാസ് എനിക്ക്, ബിക്കോസ് അത് നമ്മൾ ചെയ്തത് കൊണ്ടൊരു ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലയൻസ് ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ക്ലയൻസ് വേറെയും കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പൈസ കറക്റ്റ് സമയത്ത് തരത്തില്ല, പ്രത്യേകിച്ച് പെണ്ണുകാരണം ഒട്ടും തരത്തില്ല. ഇവരുടെ വിചാരം നമ്മൾ ചോദിക്കില്ല, നമ്മളിങ്ങനെ പുറകെ നടന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ ടീമിൽ ഒരാൾ നിങ്ങളുടെ പുറകെ നടന്ന് പൈസ ചോദിക്കുന്നുള്ള വിചാരത്തിൽ വേണ്ട. ആ കാര്യത്തിൽ ഞാൻ അതിനൊരു കട്ടോടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പോലെ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പൈസ ഞങ്ങൾ വെണ്ടർക്ക് കറക്റ്റായിട്ട് പൈസ കൊടുക്കുന്നവർ നിർബന്ധമാണ്. ബിക്കോസ് നമ്മളറിയാലോ നമുക്ക് വെണ്ടർ ആകുമ്പോൾ നമ്മൾ ക്ലയൻറ്റ് ചെയ്യുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രാൻഡ്സ് മിക്കവാറും ക്ലയൻസിന് പൈസ പ്രത്യേകിച്ചുള്ളവർക്ക് ചില ഇതുണ്ട്, ഈ പറയുന്നതല്ലാതെ സമയത്തിന് തരത്തില്ല. അപ്പോൾ അതും എനിക്ക് ക്ലയൻസ് പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഈ പൈസ വലിയ ആൾക്കാരും പൈസ ഒരു മിഡ് ലെവൽ ആൾക്കാരും വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ മിഡ് ലെവൽ ആൾക്കാരും കറക്റ്റായിട്ട് പൈസ തരും, അവർ പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ ക്ലയൻറ്റിൻ്റെ എന്താ പറയുന്നത് ആ ഒരു വലിയ മെഗ്നാനിമിറ്റി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തെന്ന്. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിനെ ചൂസ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവർക്കും നമ്മളുമായിട്ട് സിനർജി ഉണ്ടോ, രണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും ശരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ അഡീഷണലി നമ്മൾ കേട്ട് അവിടെ ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അതിലൊരു ത്രില്ലില്ലെന്നാണ് മേ ബി ഞാൻ ആ പെർഫെക്ഷൻ ആളായതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ക്ലയൻറ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ പാഠങ്ങൾ പഠിച്ചു. ആ അനുഭവങ്ങളുടെ ആ ഒരു കരുത്തിൽ നിന്നാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വാലിഡ് ആയിട്ടുള്ള കുറേ കാര്യം. ഒന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എംപ്ലോയർ മൈൻഡ് സെറ്റ് ആണോ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. എംപ്ലോയർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ഒരിക്കലും 10 മുതൽ 5 വരെ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് അവേഴ്സിലേക്ക് വരും. അവർ വീട്ടിൽ ചെന്നാലും അവരിങ്ങനെ എപ്പോഴും പാഷനേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, പുതിയ ഐഡിയ ഉണ്ടോ, അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എൻ്റെ സ്ഥാപനത്തിനെന്ന് ചിന്തിച്ചോ. അങ്ങനെ ആകുമ്പോൾ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു നമുക്കത് പുറത്തേക്ക് വന്ന് സ്വന്തമായിട്ടൊരു സംരംഭം. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഓൺട്രപ്രണേഴ്സ് ആണെങ്കിലും എംപ്ലോയീസിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിൽ വേണം. പലരും പറയും അങ്ങനെ പഠിപ്പിക്കരുത്, ബിക്കോസ് അങ്ങനെ പഠിച്ചാൽ അവർ ഓൺട്രപ്രണേഴ്സ് ആവും. എനിക്ക് അവിടുന്ന് ഓൺട്രപ്രണേഴ്സ് ആയ ആൾക്കാരായിട്ട് ഞാൻ ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പരുവം കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അവർക്ക് ആ ടെക്നിക്കൽ നോഹവ് അവർക്ക് അധികം വന്നു. അപ്പം ചിലപ്പോൾ അവർ നമ്മളോട് ഇരിക്കുകയായിരിക്കും, പക്ഷെ അപ്പോഴും നമുക്ക് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാം. രണ്ട്, ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ
നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് താഴോട്ടുള്ള നമ്മുടെ ആൾക്കാർ, ബിക്കോസ് ഇതൊരു കൊളാബറേറ്റീവ് ടീം എഫേർട്ട് ഇല്ലേ. എൻ്റെ ക്വാളിറ്റി എനിക്ക് കൊടുക്കണമെങ്കിൽ എൻ്റെ ടീമിനും ആ ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് എംപ്ലോയീസിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു പറയുന്ന ആളാണ്. പറക്കാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറത്തി വിട്ടേക്കണം, അത് വളരെ പ്രധാനമാണ്. അപ്പൊ വരാനുള്ളതാണെങ്കിൽ തിരിച്ച് നമ്മളിതിൽ വരും. പിന്നെ അത് മാത്രമല്ല, അപ്പോഴും ഒരു പരുവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്ത് പോകണം എന്നാലല്ലേ പുതിയത് നമുക്ക് വരുള്ളൂ. അപ്പം ഇതൊരു ഓപ്പൺ മൈൻഡഡിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്കോസിസ്റ്റം വളരാനുള്ള എല്ലാ സാധ്യതകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കടിപിടി കൂടേണ്ട ഞാനിപ്പോഴും പറയും, റെഡ് ഓഷൻ തിയറി, പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളെ ആൾക്കാർ വെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്, മലയാളിമാർ. ഇപ്പം എൻ്റെ ആഗ്രഹമാണ് ശരിക്കും ബ്രാൻഡ്സ് ഓഫ് കേരള എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റിൽ അടിക്കുന്നതിലും ഭേദം സ്വന്തമായിട്ടൊരു വഴി കണ്ടെത്താൻ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും അതൊരു രൂപാന്തരണമാണ്. ചിത്രശലഭത്തിന്റെ ആ മുട്ട പുഴുവായിരിക്കുന്നു, എനിക്ക് പുഴുവായി മാത്രം ഇരിക്കണമെന്ന് പറയാൻ പാടില്ല. നമ്മൾ ആ പൂപ്പയിൽ അത്രയും സഹിച്ച് മനോഹരമായ ഒരു ചിത്രശലഭം പുറത്തു വരുന്നത് പോലെയുള്ള ബ്യൂട്ടിഫുൾ പ്രോസസ് ആണ് സംരംഭകത്വം. അപ്പൊ ഇനി ഒരുപാട് സംരംഭകരെ സഹായിക്കാനും അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും കൂടുതൽ പേരെ ഈ രംഗത്ത് എൻ്റെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ കേരളം ഒരു വെണ്ടർ മാർക്കറ്റായിട്ട് തള്ളിക്കളയും. അത്രയും അഡ്വേഴ്സിറ്റിയിലും അട്രോസിറ്റിയിലും വളരുന്ന ഓൺട്രപ്രണേഴ്സാണ് ഞാനടക്കം. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന കേരളത്തിൽ നിന്നുള്ള നല്ല പ്രോഡക്ട്സും സർവീസും ആൾക്കാർ ഫൗണ്ടേഴ്സിനെ കളക്റ്റീവായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് ബ്രാൻഡ്സ് ഞാൻ എൻ്റെ അവഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും ഇവിടുന്ന്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ എൻറ്റയർ എക്കോസിസ്റ്റം ഓഫ് കേരള. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. ഓക്കെ, വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ആ ഒരു ഡ്രീമിന്റെ കൂടെ എൻറ്റയർ യൂണിവേഴ്സ് നിൽക്കട്ടെ. എനിക്ക് പുള്ളിയെ ഒന്ന് കാണണമെന്നുണ്ട് ഇനി. ഓക്കെ, എല്ലാം നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.